ആകെ രംഗം തന്റെ അവസ്ഥ തന്നെ മറന്നുപോയാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി പാടുന്നത്. എന്നിട്ട് ഇമാം ബൂസീരി പറഞ്ഞു, നീ പറയുന്നതൊക്കെ നേരാണ്, നീ സാരോപദേശകനാണ്, സംശയിക്കുന്നില്ല. പക്ഷേ ഇതാ ആക്ഷേപകരെ തൊട്ട് ഒരു മുഹിബ്ബ്, യഥാർത്ഥ സ്നേഹം തലക്കു പിടിച്ച ഒരു സഹോദരൻ ആക്ഷേപകരുടെ ആക്ഷേപം കേൾക്കില്ല, അവൻ ഭദിരനാണ് എന്ന കാര്യം നീ ഓർക്കുക. ഇനിയും നിനക്ക് എന്നെ നേരെയാക്കാം എന്ന ധാരണയെങ്ങാനും നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അപ്പൂതി അങ്ങ് മാറ്റിവെച്ചേക്ക്. ഇനി ആ ധാരണ വേണ്ട, പറിച്ചെറിഞ്ഞോ, അത് വേരോടെ പിഴുതെറിഞ്ഞോ. കാരണം എന്താണ്? നീയല്ല, സാക്ഷാൽ നരവെന്നെ ഉപദേശിക്കുന്നെങ്കിൽ, തലയിലെ മുടി നരക്കാറുണ്ട്, നരബാധ എന്നെ ഉപദേശിച്ചെങ്കിൽ, നബി തങ്ങളെ സ്നേഹിക്കരുതെന്ന് എന്നോട് പറഞ്ഞെങ്കിൽ, ആക്ഷേപിച്ചുകൊണ്ട് എന്നോട് സംസാരിച്ചെങ്കിൽ, അതിനെപ്പോലും ഞാൻ തെറ്റിദ്ധരിക്കുന്ന ഗ്രേഡിലേക്ക് പൊങ്ങിയ സ്നേഹമാണ് എന്റെ സ്നേഹം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പ്രേമഭാജനത്തെ സ്നേഹിക്കുന്നതില് ആക്ഷേപിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ ആക്ഷേപത്തിന്റെ വിഷയത്തില് നേരെയുടെ സതുപദേശം പോലും ഞാൻ തെറ്റായി മാത്രമാണ് ധരിക്കുന്നത്. അത് നേരെയുള്ള ഉപദേശമല്ല, അതെന്നെ പറ്റിക്കാനാണെന്നാ ഞാൻ തെറ്റുധരിക്കുകയാണ്. നരയെപ്പോലും സംഗതിയോ നര എന്ന് പറയുന്നത് തെറ്റുധാരണകളെ തൊട്ട് എത്രയോ വിദൂരത്തായതാണ്. തെറ്റുധാരണക്ക് ചാൻസ് ഇല്ലാത്ത ഉപദേശകനാണ് നര. തെറ്റുധാരണക്ക് ചാൻസ് കൊടുക്കാത്ത ഉപദേശകനാണ്. ഉപദേശിക്കുകയാണെങ്കിൽ അതൊരിക്കലും അവിടെ ദുർലാഖുകളോട് കൂടിയാണെന്ന് ഒരിക്കലും ചിന്തിക്കേണ്ടതില്ല. ഈ ഭൂമിയിൽ നമ്മൾ ആരുപദേശിച്ചാലും, മറ്റുള്ള നമ്മുടെ കൂട്ടുകാരും നമ്മുടെ ഭാര്യ ആരുപദേശിച്ചാലും നമ്മൾ ഒരു വേള ചിന്തിക്കും, പറഞ്ഞതിൽ അവൾക്ക് വല്ല ദുർലാഖും ഉണ്ടോ എന്ന്. എന്നിട്ടേ നമ്മളത് ചിന്തിക്കുള്ളൂ. എനിക്ക് നേട്ടമുണ്ട് എന്നുള്ളത് ശരിയാ, പക്ഷെ അതിലേറെ വലിയ നേട്ടമുണ്ടോ അയാൾക്ക് മറിഞ്ഞിരിക്കുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കും. എന്നാൽ അങ്ങനെ ഒരു തരം തുഹുമത്തുമില്ലാത്ത, തെറ്റുധാരണക്ക് ചാൻസ് ഇല്ലാത്ത ഒരു ഉപദേശകനുണ്ട്. അതാരാ? നര നമ്മൾ ഉപദേശിക്കുന്നുണ്ട്. അതെപ്പോഴാ? പ്രായാധിക്യത്തിൽ. അതാ നമ്മുടെ കറുത്ത മുടികൾ വെളുക്കുന്ന, അതിൽ നമുക്കൊരുപാട് പാഠമുണ്ട്. ദാ മരിക്കാൻ സമയമായി, ഇനിയെങ്കിലും നിസ്കരിക്കാൻ നോക്ക്, ഇനിയെങ്കിലും നോമ്പ് നോക്കാൻ നോക്ക്, ഖബറിലേക്ക് പോകാൻ സമയമായി എന്ന് പറഞ്ഞ് നിരന്തരം നിന്നെ ഉപദേശിക്കുന്ന, നിനക്ക് താക്കീത് ചെയ്യുന്നവനാണ് നര. അലം യഅതികും നദീർ, നിങ്ങൾക്ക് താക്കീതുകാരൻ വന്നില്ലേ എന്നതിനെ കുറിച്ച് മഹാന്മാരായ മുഫസ്സിറുകളിൽ പലരും അഭിപ്രായപ്പെട്ടു, ഹുവ ശൈബ്, അത് നരയാണെന്ന്. നിങ്ങളുടെ തല നരച്ചില്ലേ, താക്കീതുകാരനാണത്. അപ്പൊ യഥാർത്ഥത്തിൽ നരക്കൊരു കാര്യലാഭം നമ്മൾ ഉപദേശിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ദുർലാഖുകളില്ലാത്ത തെളിഞ്ഞ സതുപദേശകനാണ് നര. ആ നര പോലും ഹബീബിനെ സ്നേഹിക്കരുതെന്ന് എന്നോട് പറയുന്നുണ്ടെങ്കിൽ ഞാൻ തെറ്റുധരിക്കും. എന്നിട്ടല്ലേ നീയ പോടോ വിടുന്ന എന്ന് ഇമാം ബൂസീരി പറയുകയാണ്. എന്നെ ഉപദേശിക്കാൻ വരരുത്. ഇന്നത്തഹം തുനസി ഹബ്സി ഹശൈബി ഫീ അദലി വശൈബു അബ്അദു ഫീ നുസ്നനി തുഹമി. ഇതുവരെ ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അനുരാഗ ചൂടാണ് ഈ വരികളിലൂടെ നമ്മുടെ മുമ്പിലേക്ക് കോറിയിട്ട് തന്നത്. ഇനി കഴിഞ്ഞില്ല. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി തുടരുന്നത്, അതാ ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി ശക്തമായ കുറ്റബോധം പ്രകടിപ്പിക്കുകയാണ്. അടുത്ത പരിപാടി അതാണ്. ഒരുപാട് കാലം ഞാൻ നഷ്ടപ്പെടുത്തി. ആ വിഷയത്തിലേക്ക് കടക്കാൻ എന്ന പോലെ ഒരു മുൻ സ്റ്റെപ്പ് തയ്യാറാക്കിയതാണ് ഈ വരി. ഏത്? സാക്ഷാൽ നരയെപ്പോലും ഞാൻ തെറ്റുധരിക്കും ഈ വിഷയത്തിൽ. നര തെറ്റുധരിക്കാൻ പറ്റിയ ആളല്ല ഞാൻ. നരയെപ്പോലും തെറ്റുധരിച്ചു പോയിട്ടുണ്ട്. ഞാൻ ഈ വിഷയത്തിൽ തെറ്റുധരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്നാൽ നരച്ച്, വല്ലാതെ തലയും മുടിയുമൊക്കെ നരച്ച്, എന്നിട്ടും ഞാൻ ഖൈറായ അമലുകളൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞു വേദനിക്കുകയാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി.
ബൂസീരി വേദനിക്കുന്നത് ചെയ്യാത്തത് കൊണ്ടല്ല. ഇമാം ബൂസീരി നന്നായി ചെയ്തിട്ടു തന്നെയാണ് വേദനിക്കുന്നത്. അത് മഹാന്മാരുടെ ലക്ഷണമാണ്. എത്ര ചെയ്താലും ചെയ്തില്ല എന്ന് തോന്നുക. അതേ സമയത്ത് അപൂർണന്റെ ലക്ഷണം എന്താണ്? അവന് കുറച്ച് ചെയ്യുമ്പോഴേക്ക് ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നല. സമ്പൂർണൻ അങ്ങനെയാണ്, അയാൾക്ക് ചെയ്തിട്ടില്ലെന്ന് തോന്നും. അവരിൽ നിന്ന് ചെറിയ ഒരു വീഴ്ച തെറ്റല്ല, ചെറിയ ഒരു അപാകത സംഭവിക്കുമ്പോഴേക്ക് അതവർ പർവ്വതീകരിച്ചു പറയും, മാപ്പ് ചോദിക്കും. അത് കേട്ട് ദിവസം 100 കണക്കിന് പാപം ചെയ്യുന്ന ഒരു മനുഷ്യൻ, 1000 പാപം ചെയ്യുന്നവൻ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞ പാരമ്പര്യമില്ലാത്തതിന്, ഒരു തെറ്റും ചെയ്യാത്ത മുഹമ്മദുർ റസൂലുള്ളാഹി ഒരു ദിവസം 100 വട്ടം ഇസ്തിഗ്ഫാർ ചെയ്തെങ്കിൽ ഇവൻ ചിന്തിക്കുന്നത് എന്താ? ഞാൻ 1000 വട്ടം ചെയ്തിട്ട് ഒരു അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നില്ല. അപ്പൊ നബി ഒരു ദിവസം 100 അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞെങ്കിൽ ചുരുങ്ങിയത് 100 തെറ്റെങ്കിലും ചെയ്തിട്ടുണ്ടാകും. അത് നിന്റെ പോസ്റ്റിലിരുത്തി നബി തങ്ങളെ ചിന്തിച്ചിട്ടാണ്. അത് നിന്റെ പോസ്റ്റിലേക്ക് ഇറക്കി നബി തങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടാ. പാപം വേണമെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് പറയാൻ പറ്റൂ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാ. അത് പോവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഇത് ഞാൻ ഇത്രയും ഗൗരവപൂർവ്വം പറയാനുള്ള കാരണം, ഇമാം ബൂസീരിയുടെ ഈ കാവ്യ സമാഹാരത്തിന് വ്യാഖ്യാനം എഴുതുമ്പം പലരുടെയും പേന നിയന്ത്രണം വിട്ടിട്ടുണ്ട്. മലയാളത്തിൽ ഒരുപാട് പരിഭാഷകൾ ലഭ്യമാണ്. ആ ചില പരിഭാഷകളിലൊക്കെ പേനകൾ നിയന്ത്രണം വിട്ടെഴുതിപ്പോയിട്ടുണ്ട്. നിരക്കുന്നതുവരെ ഒരു ഹൈറും ചെയ്യാത്ത ഇമാം ഇവിടെ ഖേദിക്കുകയാണ് എന്ന പ്രയോഗം നടത്തിയ പലരുമുണ്ട്. ഇമാമിന് വല്ലാത്ത കുറ്റബോധം വന്നിട്ടുണ്ട്. നിരക്കുന്നത് വരെ ഒരു ഹൈറും ചെയ്തില്ല എന്ന് പറഞ്ഞ് ഇമാമിനെ വളരെ കൊച്ചാക്കുന്ന സ്വഭാവം കാണിച്ചവരുണ്ട്. എന്നിട്ട് അതിന് എന്തൊക്കെയോ ഇമാമിന്റെ ചെറുപ്പകാലം വളരെ മോശമായിരുന്നു എന്ന് വരുത്തുന്ന ഒരു അവസ്ഥ ഉണ്ട്. എങ്കിൽ മഹാന്മാര് പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. മഹാന്മാര് പഠിപ്പിക്കുന്നത് ഇമാമിന്റെ വിനയമാണതെന്നാണ്. അടുത്ത വരികൾ അതാണ്. അടുത്ത വിഷയം സ്വന്തം ശരീരത്തോടുള്ള ജിഹാദാണ്. അതാണ് ബഹുമാനപ്പെട്ടവർ ഇതിലൂടെ പറയുന്നത്. തന്റെ കുറ്റബോധമാണ്, ശക്തമായ കുറ്റബോധമാണ്. ഈ കുറ്റബോധം ഇമാം ബൂസീരി പറയുന്നത് വിനയം കൊണ്ടാണെങ്കിൽ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആസ്വാദകരായ നമുക്ക് കവി വിനയത്തോടെ പാടുമ്പോ ആസ്വാദകരായ നമുക്ക്, പഠിതാക്കളായ നമുക്ക് അക്ഷരാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഇമാമിന്റെ കൂടെ നമുക്ക് ഖേദപ്രകടനം നടത്താം. കാരണം എന്തുകൊണ്ട്? ഒരു ഖൈറും ചെയ്യാത്ത നമുക്ക് ശരിക്കു പാടാം. എത്ര വട്ടവും പാടിക്കൂടെ? ലിറ്ററുകൾ കണക്കെ നിങ്ങൾ കണ്ണുനീരൊഴുക്കിയാൽ അത് ഓവറാകില്ല. കാരണം ഞാനും നിങ്ങളും ചെയ്ത തെറ്റതാണ്. ബഹുമാനപ്പെട്ട ഇമാം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്ത് തുടങ്ങുന്ന വരിയാണ്. പക്ഷേ അതിന്റെ മുമ്പ് നമുക്ക് പറയാനുള്ളത്, സ്വന്തം ശരീരത്തെ കുറ്റപ്പെടുത്തുന്നു മഹാനവറുകൾ. വിനയപുരസരമുള്ള വാക്കുകളാണ്. കേട്ടോളൂ, എന്തൊരു സൗന്ദര്യമുണ്ട് ആ വാക്കുകൾക്കൊക്കെ. അത് പാഠം പഠിച്ചില്ല, അത് പാഠം ഉൾക്കൊണ്ടില്ല. അതിന്റെ വിവരദോഷം കൊണ്ട് നരബാധയുടെയും നരയുടെയും വാർദ്ധക്യത്തിന്റെയും താക്കീതുകൾ കേട്ടു മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് നരച്ച് കുമ്പളങ്ങ പോലെ ആകുന്നത് വരെ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് ഇമാം ബൂസീരി വിനയത്തിലാ പറയുന്നതെങ്കിൽ നമുക്കത് ശരിക്കൊന്ന് ചിന്തിച്ചൂടെ? പ്രായം ചെന്ന ഉപ്പമാരൊന്ന് ചിന്തിക്കൂ. പടച്ചോനെ, ഇക്കാലമത്രയും എൻ്റെ ശരീരം എന്നോട് തിന്മ മാത്രമാണ് ഓർഡറിട്ടത്, കൽപ്പിച്ചത്. അപ്പാടെ ഞാൻ എൻ്റെ ശരീരത്തിനങ്ങ് വഴങ്ങിക്കൊടുത്തു. ഈ വരി യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിലുള്ള ഒരായത്തിൽ നിന്ന് അടർത്തിയെടുത്താണ് മഹാനവറുകൾ പറയുന്നത്. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ശരീരത്തെ ഒരിക്കലും കുറ്റവിമുക്തനാക്കുന്നില്ല, എന്റെ ശരീരത്തെ ഞാൻ ഒരിക്കലും നിരപരാധിയാണെന്ന് പറയുന്നില്ല. അത് പറയുന്നത് എങ്ങനെയാ? തീർച്ചയായിട്ടും ശരീരം തിന്മ കൊണ്ട് വല്ലാതെ കൽപ്പിക്കും. അപ്പൊ തെറ്റുകൾ വന്നു പോകാൻ സാധ്യതയുണ്ട് മനുഷ്യന്റെ അടുത്ത്. കണ്ടോ, മഅ്സൂമായ യൂസുഫ് നബി അലൈഹിസ്സലാം ഈ പ്രയോഗം പറഞ്ഞെങ്കിൽ മഹാന്മാരൊക്കെ പറയുന്നുണ്ടല്ലോ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ, ബഹുമാനപ്പെട്ടവർ തെറ്റ് ചെയ്തിട്ടില്ല. നമുക്കറിയാവുന്ന സത്യമാണ് ബഹുമാനപ്പെട്ടവർ തെറ്റു ചെയ്തിട്ടില്ലെന്ന്. അങ്ങനെ തന്നെയാണുള്ളത്. ഉണ്ടെന്ന് ആരെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല.
മഅ്സൂമായ യൂസുഫ് നബി അങ്ങനെ പറഞ്ഞെങ്കിൽ പിന്നെ ഇമാം ബൂസീരി ഇങ്ങനെ പറയുമ്പോഴേക്ക് ഇമാം ബൂസീരി എന്തൊക്കെയോ ആണെന്ന് കരുതേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമുണ്ടോ? ഫഇന്ന അമ്മാറതി ബിസൂഇ മത്തഅബത് മിൻ ജഹ്ലിഹാ ബിനദീരി ശൈബി വൽ ഹറമി വലാ അഅദ്ദത് മിനൽ ഫിഇലിൽ ജമീലി ഖിറാ ലൈഫിൻ അലമ്മ ബിറഅസി ഗൈറ മുഹ്തശിമി. ഇൻഷാല്ലാ വരികൾ 2-3 വരികൾ കൂട്ടി പറയുമ്പോൾ നമുക്ക് ആ വിഷയങ്ങൾ ഭംഗിയായി പറയാം. ആദ്യം ഇതിന്റെ അർത്ഥം ഒന്ന് പറയട്ടെ. വലാ അഅദ്ദത്, എന്റെ ശരീരം നേരത്തെ ഒരുക്കി വെച്ചില്ല, ഞാനൊന്നും ഒരുക്കി വെച്ചില്ലല്ലോ. മിനൽ ഫിഇലിൽ ജമീൽ, ഭംഗിയുള്ള ഒരു പ്രവൃത്തിയും ഞാൻ ഭംഗിയുള്ള പ്രവർത്തനത്തിൽ നിന്ന് ഖിറാ ലൈഫിൻ, ഒരതിഥിയെ സൽക്കരിക്കാൻ വേണ്ടതൊന്നും ഞാൻ ഒരുക്കി വെച്ചില്ല. ഒരതിഥി കയറി വരുന്നുണ്ടെന്ന് കേൾക്കുമ്പം ആ അതിഥിയെ മാന്യമായി ബഹുമാനിക്കേണ്ടത് ആതിഥേയന്റെ ബാധ്യതയാണ്. എങ്കിൽ എനിക്കൊരതിഥി വന്നിട്ട് ഞാൻ ആ അതിഥിയെ സൽക്കരിക്കാൻ ഒന്നും ഒരുക്കിയില്ല. വലാ അഅദ്ദത് മിനൽ ഫിഇലിൽ ജമീലി ഖിറാ ലൈഫിൻ അലമ്മ ബിറഅസി ഗൈറ മുഹ്തശിബി. ഏതാണ് ഈ അതിഥി? അലമ്മ ബിറഅസി, എന്റെ തലയിൽ വന്നിറങ്ങിയ അതിഥി. ഗൈറ മുഹ്തശിമി, നാണമില്ലാത്ത അതിഥി. കണ്ടോ, നാണമില്ലാതെ വന്നു കൂടിയിരിക്കുന്ന സാധാരണ അതിഥികള് വരുമ്പോഴേക്ക് നമ്മൾ വലിയ ജോറായിട്ട് അടിപൊളി ഫുഡ് ഒരുക്കി, വിഭവങ്ങൾ ഒരുക്കി അവനെ സൽക്കരിക്കാൻ വേണ്ടി കാത്തു നിൽക്കും. അവൻ വന്നാലോ ഏറിപ്പോയാൽ 3 ദിവസം, അത് കഴിഞ്ഞാൽ അവൻ മാന്യമായിട്ട് പോയി തരും. അല്ലെങ്കിൽ 1 നേരത്തെ ഭക്ഷണം, 2 നേരത്തെ ഭക്ഷണം, 1 ദിവസത്തെ ഭക്ഷണം. അത് കഴിഞ്ഞാൽ ഉളുപ്പില്ലവരൊക്കെ പുരേന്ന് മാറിത്തരും. ഇതാണെങ്കിൽ ഇവൻ ഉളുപ്പുമില്ല, വന്നാ പോണുമില്ല. ആരെ പറ്റിയാ പറയുന്നത്? നരയെക്കുറിച്ചായി പറഞ്ഞത് ഇമാം. നര എന്ന അതിഥി എന്റെ തലയിൽ വന്നിറങ്ങിയിട്ട് പോകുന്നുമില്ല. എന്നാലോ ആ അതിഥിയെ ഞാൻ നന്നായി ബഹുമാനിക്കേണ്ടതുണ്ട്. അതെന്താ? നരക്ക് കൊടുക്കേണ്ടത് എന്താ? നമ്മൾ കൊടുക്കുന്നത് പോലെ നാം ഒരുക്കുന്ന ടീ പാർട്ടിയല്ല, നാം ഒരുക്കുന്ന വിഭവങ്ങളല്ല. നരക്ക് കൊടുക്കേണ്ട വിഭവങ്ങൾ നിസ്കാരമാണ്, നരക്ക് കൊടുക്കേണ്ട വിഭവങ്ങൾ ഖുർആൻ പാരായണമാണ്, നരക്ക് കൊടുക്കേണ്ട വിഭവങ്ങള് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇത്തരത്തിലുള്ള സാലിഹായ സുഹൃതങ്ങളാണ്. ഇതാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് കാലചക്രം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾക്ക് പ്രായാധിക്യം കൂടുമ്പം നിങ്ങളുടെ തലയിൽ നര വരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മരിക്കാൻ സമയമായി എന്ന മുന്നറിയിപ്പാണ്. മരിക്കാൻ സമയമായി എന്ന മുന്നറിയിപ്പാണ്. അതുകൊണ്ട് ജീവിത സുഖങ്ങളിൽ കാലം കടന്നു പോകുന്നത് നീ അറിയുന്നില്ല. തല നരച്ച്, നേരത്തെ പറഞ്ഞതുപോലെ കുമ്പളങ്ക പോലെ നരച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു കാര്യത്തെക്കുറിച്ചും ചിന്തിക്കാൻ സമയമില്ല. മരണം അടുത്തെത്തിയിരിക്കുന്നു എന്ന നരയുടെ പൊള്ളുന്ന മുന്നറിയിപ്പുമായിട്ടാണ് നര നമ്മുടെ തലയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്, നമ്മുടെ താടിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഒരായുഷ്കാലം മുഴുവൻ കാലത്തിന്റെ മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ടാണ് നീ ജീവിച്ചത്. 60 കൊല്ലം ജീവിച്ച ഹാജി പോകുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ? താൻ ജനിച്ച മഹല്ലത്തിന്റെ പള്ളിയുമായി ബന്ധപ്പെടാതെയാണ്. ആ പള്ളിയുടെ ഉള്ളു പോലും കാണാതെ മരിച്ചു പോകുന്ന മുസ്ലിമീങ്ങളുണ്ട്. കണ്ടോ നിങ്ങൾ? നര ബാധിക്കുമ്പോഴെങ്കിലും കുറച്ച് ദുനിയാവിന്റെ ശുഗലുകളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് കാലത്തിന്റെ മുന്നറിയിപ്പുകൾ കേൾക്കാൻ തയ്യാറാകുമായിരുന്നു, തയ്യാറാകേണ്ടതായിരുന്നു. പക്ഷേ അവൻ തയ്യാറായില്ല. അതാ പറയുന്നത്, നര വന്നിറങ്ങുമ്പോൾ ആ നരയെ ആദരിക്കേണ്ടിയിരുന്നു. നരയുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് ജീവിച്ചവന് നരകത്തിൽ നിന്നതാ വീണ്ടും വീണ്ടും അല്ലാഹു അത് ഓർമ്മിപ്പിക്കുമത്രേ. എവിടെ നിങ്ങൾ നോക്കൂ, സൂറത്തു ഫാത്തിറിൽ 37-ാം വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് കാണാം. 37-ാം വചനത്തിൽ സൂറത്തു ഫാത്തിറിൽ അല്ലാഹു പറയുന്നു, വഹും യസ്തരിഖൂന ഫിഹാ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹാ. വഹും യസ്തരിഖൂന ഫിഹാ, അവർ ആ നരകത്തിൽ വെച്ച് ആർത്തട്ടഹസിച്ച് വിളിച്ചു പറയും. എന്ത്? വേദന സഹിക്കാൻ കഴിയാഞ്ഞിട്ട് അവർ ആർത്തട്ടഹസിക്കും. വഹും യസ്തരിഖൂന ഫിഹാ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹാ. എന്താ ഈ ആർത്തട്ടഹസിച്ച് പറയുന്നത്? പടച്ചോനെ, തീയിന്റെ കടുപ്പം സഹിക്കാൻ കഴിയുന്നില്ല. റബ്ബനാ അഖ്രിജ്നാ, ഞങ്ങളെ നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറക്കുവോ, ഈ നരകത്തിൽ നിന്നൊന്ന് പുറത്തിറക്കുവോ, ഞങ്ങൾക്കൊരു ചെറിയ മോക്ഷം നീ നൽകുകയാണെങ്കിൽ, നരകമോക്ഷം നൽകിയാൽ നഅമൽ സാലിഹ, ഞങ്ങൾ നിസ്കരിക്കാത്തത് കൊണ്ടല്ലേ ഇവിടെ എത്തിയത്,
നോമ്പ് നോൽക്കാത്തത് കൊണ്ടല്ലേ ഇവിടെ എത്തിയത്, നിന്റെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാത്തത് കൊണ്ടല്ലേ ഇവിടെ എത്തിയത്, ഹബീബിന്റെ മദ്ഹ് പറയാത്തത് കൊണ്ടല്ലേ ഇവിടെ എത്തിയത്, ഹബീബിന്റെ വേദികളെ കൊഞ്ഞനം കുത്തിയത് കൊണ്ടല്ലേ ഇവിടെ എത്തിയത്, ഹബീബിന്റെ മദ്ഹിന്റെ സദസ്സുകളോട് കൂറു പുലർത്താത്തത് കൊണ്ട്, ബഹുമാനം വെച്ച് പുലർത്താത്തത് കൊണ്ടല്ലേ ഇവിടെ എത്തിയത്. നഅമൽ സാലിഹ, ഞാൻ മൗലിദ് ഓതിക്കൊള്ളാം, ഞാൻ നിസ്കരിച്ചു കൊള്ളാം, ഞാൻ നോമ്പനുഷ്ഠിച്ചു കൊള്ളാം, ഞാൻ ഖുർആൻ ഓതിക്കൊള്ളാം, ഞാൻ പ്രസിദ്ധീകരണങ്ങൾ എറിയാം, ഞാൻ ഇശാ മഗ്രിബിന്റെ ഇടയില് ഞാൻ വെറുതെ അർത്ഥമില്ലാത്ത സീരിയലുകൾ കണ്ടെന്റെ സമയം ഞാൻ കൊല്ലില്ല. നഅമൽ സാലിഹ, ഞാൻ സാലിഹായ അമലുകൾ സുഹൃതങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. ഗൈറല്ലദീ കുന്നാ നഅമൽ, മുമ്പ് ചെയ്ത പണിയല്ല ഇനി ചെയ്യുക. ഇനി സീരിയൽ കാണുകയല്ല, കുടിച്ചു മതിച്ച് നടക്കുകയല്ല, പെണ്ണു പിടിച്ചു നടക്കുകയല്ല, കളിച്ചു കൂത്താടി നടക്കുകയല്ല. പഠിച്ചവനെ, നിന്റെ മാർഗത്തിലായി ഞാൻ ജീവിക്കും. നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. ഇത് നരകാവകാശികൾ പറയുമ്പം അല്ലാഹു അവരോട് ചോദിക്കുമത്രേ. ഇത് പറയുമ്പോഴേക്കൊരു ചോദ്യം അല്ല. അവലം നുഅമ്മിർകും, നിങ്ങൾക്ക് ഞാൻ ആയുസ് തന്നിട്ടില്ലായിരുന്നോ? അവലം നുഅമ്മിർകും, നിങ്ങൾക്ക് ഞാൻ ആയുസ് തന്നിട്ടില്ലേ? മാ യതദക്കറു ഫീഹി മൻ തദക്കർ, ചിന്തിക്കാൻ പറ്റുന്നവന് ചിന്തിക്കാൻ പറ്റുന്ന ഒരായുസ്, അല്പമൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ആയുസ്. 1-2 കൊല്ലം ജീവിപ്പിച്ചിങ്ങ് മരിപ്പിച്ചതല്ലല്ലോ. 10-60 കൊല്ലക്കാലം ഭൂമിയിലിട്ട് സതുപദേശങ്ങളും സാരോപദേശങ്ങളും മാലപ്പടക്കം പൊട്ടുന്നത് കണക്കെ നിങ്ങൾ കേട്ടു. പക്ഷേ നിങ്ങളതൊക്കെ അവഗണിച്ചല്ലേ? ഖുർആനിന്റെ ശബ്ദം നിങ്ങൾ തട്ടിവിട്ടല്ലേ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദം നിങ്ങൾ അവഗണിച്ചല്ലേ? എങ്കിൽ രക്ഷയില്ലടോ, രക്ഷയില്ല. അവലം നുഅമ്മിർകും, നിങ്ങൾക്ക് ഞാൻ ദീർഘായുസ് തന്നിട്ടില്ലേ? മാ യതദക്കറു ഫീഹി മൻ തദക്കർ, ഉത്ബുദ്ധനാകാൻ പറ്റുന്നവന് ഉത്ബുദ്ധനാകാൻ പറ്റുന്ന സമയം ഞാൻ തന്നിട്ടില്ലേ? മാത്രമല്ല, അതും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പിടിച്ചതല്ല. വജാഅകുമുൻ നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരനായി നിങ്ങളുടെ തലയിലും താടിയിലുമൊക്കെ നരവന്നിറങ്ങിയിരുന്നില്ലേ? അല്ല നരകത്തുനിന്ന് ചോദിക്കാ, നരയുടെ മുന്നറിയിപ്പ് അവഗണിച്ചതല്ലേ മക്കളെ നിങ്ങൾക്ക് പറ്റിയത്? വജാഅകുമുൻ നദീർ ഫദൂഖൂ, അതുകൊണ്ട് നല്ലവണ്ണം ടേസ്റ്റ് എന്താന്ന് അറിഞ്ഞോ? എങ്ങനെ ഉണ്ട് നരകത്തിലെ തീയ്? സ്വർഗത്തിന്ന് ദുനിയാവുന്ന നരകം കേൾക്കുമ്പം, മഹ്ശർ കേൾക്കുമ്പം, പുനരുത്ഥാനമുണ്ടെന്ന് കേൾക്കുമ്പം, ആഴമുള്ള നരകമുണ്ടെന്ന് കേൾക്കുമ്പം, അവിടെ വെച്ച് പൊള്ളുന്ന തീയുണ്ടെന്ന് പറയുമ്പം, അവിടെ വെച്ച് നീ പ്രഭാഷകർക്ക് നേരെ കൊഞ്ഞനം കുത്തുകയായിരുന്നില്ലേ? മുന്നറിയിപ്പുകാരെ കൊച്ചാക്കുകയായിരുന്നില്ലേ? എന്തു നരകം, എന്തു മഹ്ശർ, എന്തു സിറാത്ത്, എന്തു നരകം എന്ന് ചോദിച്ച് നീ പരിഹസിക്കുകയായിരുന്നില്ലേ? റൂഖൂ, അതുകൊണ്ട് ശരിക്ക് രുചിച്ചോ. എങ്ങനെ ഉണ്ട് ടേസ്റ്റ് ഒന്ന് നോക്കിക്കാള, നല്ലോണം രുചി അറിഞ്ഞോ? ഇല്ല ഇല്ല, അക്രമികൾക്കൊരൊറ്റ സഹായിയെയും ലഭ്യമല്ല. നിങ്ങൾ എന്നോട് അതിക്രമം കാണിച്ചവരാണ്, അതുകൊണ്ട് നിങ്ങളെ സഹായിക്കാൻ ആളുണ്ടാവില്ല. കണ്ട നിങ്ങൾ, ഇതിലാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി വല്ലാതെ വേദനിക്കുന്നത്. മഹാനവറുകളുടെ മനോവ്യത നമ്മൾ മനസ്സിലാക്കണം. നര വലിയ ഒരു നര വലിയ ഒരു സതുപദേശകനാണ്. നര തലയിലും താടിയിലും കടന്നു വരുന്നത് നിങ്ങൾക്ക് ശരിക്കൊരു താക്കീതുകാരന്റെ റോളിലാണ്. പക്ഷേ അത് അവഗണിക്കരുത്. അത് അവഗണിക്കുന്നത് നമുക്ക് അപകടം ചെയ്യും. അതുകൊണ്ട് പറയട്ടെ, ഓർമ്മപ്പെടുത്തട്ടെ, നരച്ച ആളുകൾ കൂടുതൽ ചിന്തിക്കണം. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഏത് നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് നന്നാകാൻ പറ്റിയ ഒരു സമയം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ലേ? അതുമല്ല, നിങ്ങൾ നരക്കുകയും ചെയ്തില്ലേ എന്ന് പറഞ്ഞ ഈ ആയത്തിന്റെ തഫ്സീറിൽ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് പറയുന്നത് കാണാം. മദീനത്തുള്ള സഹോദരന്മാര് സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും, അവരൊരു 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ആരാധനയിൽ അവർ വല്ലാതെ നിരതരാകുന്ന സ്വഭാവമുണ്ടായിരുന്നു. പഴയ കാലത്തൊക്കെ നേരത്തെ ഇബാദത്തുകൾ വേണം, ചെറുപ്പത്തിലെ ഇബാദത്ത് വേണം. ഒരു 10, 40, 50 ഒക്കെ ആയാൽ ഇബാദത്തിൽ ഒന്നും കൂടെ ആക്റ്റീവാകണം, സജീവമാകണം. ചെറുപ്പക്കാരെ, പഴയ കാലത്തെ കഥയതായിരുന്നു.
എന്നാൽ ഇന്ന് പീഡികക്കൊലായിരുന്ന് ചീട്ട് കളിക്കുന്നത്, കാരം ബോർഡ് തട്ടിക്കളിക്കുന്നത്, ഫുട്ബോൾ ഭ്രാന്തിനു വേണ്ടി ആയിരങ്ങൾ എറിയുന്നത്, ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കാൻ സാഹസപ്പെട്ട് ഇലക്ട്രിക് ലൈനിനോട് വരെ തട്ടുന്ന രൂപത്തിൽ അത് പൊക്കിക്കെട്ടാൻ ഇലക്ട്രിക് പോസ്റ്റുകളിൽ കയറാൻ സാഹസപ്പെടുന്നത് ആരാണെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ചിന്തിക്കണം. ആരാ? 60, 70, 80 കഴിഞ്ഞ മലപ്പുറത്തെ പന്തുകളി ഭ്രാന്തന്മാരാണ്, കാൽപന്തു ഭ്രാന്തന്മാരാണ് ഇതിന്റെ പിന്നിൽ. കാളപ്പൂട്ട് മത്സരക്കാരൊരു ഭാഗത്ത്, ധൂർത്തന്മാരൊരു ഭാഗത്ത്, രാഷ്ട്രീയക്കാരൻ മറ്റൊരു ഭാഗത്ത്. മരിക്കണമെന്ന ചിന്തയില്ല, നരച്ചിട്ടുണ്ടെന്ന ചിന്തയില്ല, താക്കീതുകാരൻ വന്നിട്ടുണ്ടെന്ന ചിന്തയില്ല. എങ്ങോട്ടാ പ്രിയപ്പെട്ട കൂട്ടുകാരായി പോക്ക്? അപകടം ചെയ്യൂലേ? എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ല? എന്തുകൊണ്ട് നമ്മുടെ ഉമ്മത്ത് ഉണരുന്നില്ല? ഉണർത്താൻ ആളുണ്ട്, പക്ഷേ ഉണരാൻ ആളില്ല. ഇതല്ലേ ഇന്നത്തെ അവസ്ഥ. അതുകൊണ്ട് നിർബന്ധമായും ചെവി കൊടുത്തേ പറ്റൂ. നല്ല സദസ്സുകൾ ഇഷ്ടം പോലെ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്, പക്ഷേ ആ സംഘടിപ്പിക്കുന്നവരും സംഘടിപ്പിക്കപ്പെടുന്നവരുമൊക്കെ ഉണരുന്നില്ല എന്നത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് നരയുടെ താക്കീത് കേട്ടുണരുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അർഹമുർ-റഹീമായ റബ്ബേ, ഞങ്ങൾ നല്ലത് പ്രവർത്തിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തണം റഹ്മാനേ. പഴയ കാലത്ത് 40, 50 കഴിഞ്ഞവരോട് പറയേണ്ടതായിരുന്നു ഇത്. എന്നാ ചെറുപ്പക്കാരാ, ഇന്ന് ഈ സദസ്സിലിരിക്കുന്ന 20 കഴിഞ്ഞ ചെറുപ്പക്കാരൊക്കെ നരച്ചിട്ടുണ്ടാകും. ചിന്തിച്ചോ? എല്ലാവരുടെ തലയിലും നരവന്നിറങ്ങിയിട്ടുണ്ട്. എൻ്റെ ഗൾഫ് സുഹൃത്തുക്കൾ കൂടുതൽ ചിന്തിക്കണം. ഇതാ ഈ നര നിങ്ങൾക്ക് പാഠമാണ്. ലോകത്താദ്യമായി നരച്ച വ്യക്തി ആരാണെന്നറിയോ? ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം ആദ്യമായി നരച്ചത്. മഹാന്മാർ ഈ സംഭവം പറയുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലോകത്ത് ആദ്യമായിട്ട് നരക്കുന്ന ഒരാൾക്ക് ഇതിലൊരു അത്ഭുതം തോന്നുമല്ലോ. കാരണം നമുക്കിപ്പോൾ നര വിഷയമല്ലാത്തത് നമ്മുടെയൊക്കെ തലപ്പ് തന്നെ നരച്ചു തുടങ്ങി, നമ്മുടെയൊക്കെ താടി രോമങ്ങൾ നരച്ചു തുടങ്ങി. ഇപ്പൊ നമുക്ക് വിഷമല്ലാത്ത എന്താ? ഇത് പരമ്പരാഗതമായിട്ട് നമ്മളിങ്ങനെ കണ്ടുവരുന്നൊരു സംഗതിയാണ്. നേരെ മറിച്ച് ആദ്യമായിട്ട് നരക്കുന്ന ആൾക്കൊരു ബേജാറൊക്കെ ഉണ്ടാവും. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം കണ്ണാടിയുടെ മുമ്പിൽ ഇങ്ങനെ ചെന്നപ്പോ ഈ സംഭവം കണ്ടപ്പോൾ ഒരു മുടി ഇങ്ങനെ നരച്ചിട്ടുണ്ട്. അള്ളാഹുവിനോട് ചോദിച്ചത്രേ, മാ ഹാദാ യാ റബ്ബി, എന്താ റബ്ബേ ഇത്? കാരണം കാണാത്തൊരു സംഗതിയാണല്ലോ കാണുന്നത്. സ്വാഭാവികമായിട്ടും ചോദിച്ചു, എന്താ റബ്ബേ ഇത്? എന്താ ഞാൻ ഈ കാണുന്നത്? ഉടനെ തന്നെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നതാ ഉത്തരം ലഭിക്കുന്നു. ഹാദാ വഖാറുൻ ലക യാ ഇബ്രാഹിം, ഇബ്രാഹിം ഇത് നിങ്ങൾക്ക് ഗാംഭീര്യമാണ്. ഹാദാ വഖാറുൻ ലക യാ ഇബ്രാഹിം, ഇബ്രാഹിം ഇത് നിങ്ങൾക്ക് ഗാംഭീര്യമാണ്. ഇത് നിങ്ങൾക്ക് ഒന്നും കൂടെ നിങ്ങളുടെ സ്ഥാനം വർദ്ധിപ്പിക്കും, ഒന്നും കൂടെ നിങ്ങൾക്ക് ഗാംഭീര്യം കൂടുന്നു. അത് ഇന്നും നമ്മൾ അനുഭവിച്ചു തരിക. അള്ളാഹുവാ പറഞ്ഞത്. ഇപ്പോ എന്നെ കാണുന്നത് പോലെയല്ല, കുറച്ച് താടിയും തടിയൊക്കെ നരച്ച ഉസ്താദുമാരെ കാണുമ്പോൾ നമ്മൾ അറിയാതെ ഇങ്ങനെ എണീറ്റു. നരച്ച താടിയും തടിയുള്ള ഒരാളിങ്ങനെ വരുമ്പോൾ എന്തെന്നായാലും നമ്മൾ അറിയാതെ ഒന്നാണ്ട് എഴുന്നേറ്റു പോകും. അത് സ്വാഭാവികമാണ്. ഹാദാ വഖാറുൻ ലക യാ ഇബ്രാഹിം, ഇത് പറഞ്ഞു. ഹാദാ വഖാറുൻ ലക യാ ഇബ്രാഹിം എന്ന് പറഞ്ഞു വീണപ്പോഴേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്നാൽ അങ്ങനെയാണെങ്കിൽ ഫസിദ്നി വഖാറൻ ലി, റബ്ബേ എനിക്ക് നീ വഖാർ കൂട്ടി തന്ന ആളാണ്. അങ്ങനെയാണ് ഈ ഗാംഭീര്യം ആട് കൂട്ടിക്കാളാ, വർദ്ധിപ്പിച്ച ആളാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഒരൊറ്റ ദിവസം കൊണ്ട് ഫുൾ ഡോമങ്ങളും നരച്ചത്രേ. പെട്ടെന്ന് ഫുൾ ഡോമങ്ങളും നരച്ചു, താടിയും തലയും നരച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ എണീറ്റിക്ക് തന്നെ. അപ്പോഴാ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് തിരിഞ്ഞത്. ഹാദാ വഖാറുൻ ലക യാ ഇബ്രാഹിം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ഇത് നിനക്ക് ഗാംഭീര്യമാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം. പറഞ്ഞാൽ പിന്നെ ഒരു നരയും വരെയൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നരയെ ആദരിക്കണം. ആരാധരിക്കണം? ആരാ നരനെ ആദരിക്കേണ്ടി? ആദ്യം ആ നരച്ച അയാൾ ആദരിക്കണം. നര വന്ന ആള് നരനെ ആദരിക്കണം. അയാൾ നരനെ ആദരിക്കേണ്ടത് എങ്ങനെ? നിസ്കരിക്കുക, നോമ്പ് എടുക്കുക, ഖുർആൻ ഓതുക, ഇങ്ങനെയാണ് അയാൾ നരയെ ആദരിക്കേണ്ടത്. മാത്രമല്ല നരച്ച ഒരാൾ ചെറിയ കുട്ടികളെ മാതിരിയുള്ള വർത്താനം പറയാൻ പറ്റൂല. ചെറിയ കുട്ടികളെ മാതിരി നിലവാരം കുറഞ്ഞ വർത്താനം പറയാൻ പറ്റും. അപ്പൊ അടുത്ത് കൊണ്ടോട്ടിയിൽ ഒരു പരിപാടി കണ്ടപ്പോൾ ഒരു CD ഇങ്ങനെ കണ്ടതാണ്. ഒരു നരച്ച തന്ത, അയാൾ അല്ലാഹുവിന്റെ റസൂലിനെ വളരെ അധിക്ഷേപിച്ച് സംസാരിക്കുന്ന ഒരു സ്വഭാവം. നരച്ച് കുമ്പളങ്ങയായിട്ടുണ്ട് തന്ത. പക്ഷേ പിന്നെയും പരിപാടി ഇത് തന്നെയാണ്. പോകാൻ സമയമായിട്ടില്ലേ? ഇനിയെങ്കിലും ചിന്തിച്ചൂടെ? ഇനിയെങ്കിലും ഇതിന്റെ നിന്ന് മാറി നിന്നൂടെ? ഒരുപാട് കാലമായില്ലേ അള്ളാഹുവിന്റെ ഹബീബിനെ ഇങ്ങനെ ആക്രമിക്കുന്നു?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. അപ്പൊ എന്തേ, രണ്ടാം കിട മരമ്പുംകാലിന്റെ ചുവപ്പ് മാറാത്ത കുഞ്ഞുങ്ങളുടെ സംസാരം, കുറച്ച് ഇരുത്തം ചെന്ന പക്വത ചെന്ന അരിമീങ്ങൾ പറയരുത് എന്നല്ല നേതാക്കന്മാർ പറയരുത്. അത് രാഷ്ട്രീയത്തിലാണെങ്കിലും മതത്തിലാണെങ്കിലും സാംസ്കാരിക സംഘടനകളിലാണെങ്കിലും നാട്ടിലെ പള്ളിക്കമ്മിറ്റിയിലാണെങ്കിലും എവിടെയും അങ്ങനെ തന്നെയാണ്. നരച്ചവർ അവരുടെ നരയെ ബഹുമാനിക്കണം. അതുകൊണ്ടാണല്ലോ അവർ നിലവാരം കുറഞ്ഞ വർത്താനം പറയുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കാറുണ്ടല്ലോ. സാധാരണ ഇങ്ങനത്തെ ആളുകൾ നിലവാരം കുറഞ്ഞ വർത്താനം പറയുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കാറുണ്ട്, എന്താ തന്തങ്ങളെ ഈ തലയിലും മൊത്തൊക്കെ ഉള്ളത്, എന്താ നിങ്ങളുടെ ഈ തലയിലും മൊത്തൊക്കെ ഉള്ളത്, ഇത് വൈറ്റ് വാഷ് ചെയ്തതല്ലോ എന്ന് ചോദിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ നരച്ചിന് എന്നുള്ളൊരു ബോധം വേണ്ടേ, നരച്ചിന് എന്നുള്ളൊരു ബോധം വേണ്ടേ. സാധാരണ അങ്ങനെ ചോദിക്കാറുണ്ട്. ഉപ്പാരൊക്കെ ചിലപ്പോൾ അങ്ങനെ പ്രയോഗിക്കാറുണ്ട്, അത് വെണ്ണീർ ഇന്ത്യതൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കാറുണ്ട്. വെണ്ണീർ ഇന്ത്യതല്ലല്ലോ, നരച്ചത് തന്നെയല്ലേ, എന്നിട്ടാണോ ഈ കോലത്തിലുള്ള വർത്തമാനം പറയുന്നത്? അപ്പൊ നരച്ചാൽ ആ നരയെ അവൻ ആദരിക്കണം, മറ്റുള്ളവരാൽ ആദരിക്കപ്പെടുകയും വേണം. നരച്ച വ്യക്തിക്ക് നരക്കാത്ത വ്യക്തിയേക്കാൾ ബഹുമാനം കൊടുക്കണം. അത് രണ്ടുമുണ്ട്. എന്നാൽ ഇമാം വേദനിക്കുന്നത് ഞാൻ എൻ്റെ നരയെ ബഹുമാനിച്ചില്ലല്ലോ എന്നതിലാണ്. കാരണം നരച്ച ഇമാമിനെ ബഹുമാനിക്കേണ്ടത് മറ്റുള്ളവരാണ്, അത് അവരുടെ വിഷയം. ഇമാമിന്റെ വേദന തന്റെ വിഷയമാണ്. ലൗ കുന്തു അഅ്ലമു അന്നി മാ ഉവഖിറുഹു, ഞാൻ എങ്ങാനും അറിഞ്ഞിരുന്നുവെങ്കിൽ നേരത്തെ തന്നെ, അന്നി മാ ഉവഖിറുഹു, ഇല്ല, ഈ നരയെ ബഹുമാനിക്കാൻ എനിക്ക് കഴിയില്ല. നേരത്തിന് നിസ്കാരവും നോമ്പും ഖുർആനോത്തും സദഖയും അതുപോലെ ഇസ്ലാമിക പ്രവർത്തനങ്ങളിൽ സജീവമാകാനും എനിക്ക് സാധിക്കില്ലെന്ന് നേരത്തെ തന്നെ അറിയുമായിരുന്നെങ്കിൽ, നരച്ച് ഈ രൂപത്തിൽ നരച്ചു പോയ ഒരു തന്തയാണല്ലോ ബോധമില്ലാതെ നടക്കുന്നത് എന്ന് ജനങ്ങളോട് പറയിപ്പിക്കാതെ എനിക്ക് ആദ്യമായി നര പ്രകടമാകുമ്പം, സിറ് എന്ന് പറഞ്ഞാൽ നരയിൽ നിന്ന് ആദ്യം വരുന്ന ഭാഗമാണ്, ആദ്യം നരക്കുന്ന ഭാഗത്തിനാണ് നര പ്രകടമാകുന്നതിനാ പറയാ. അപ്പൊ നേരത്തെ തന്നെ എനിക്ക് പ്രകടമാകുന്ന സിറ് എന്ന് പറഞ്ഞ കന്നിനര, ആ കന്നിനരയെ ഞാൻ മറച്ചു വെക്കുമായിരുന്നു. ബിൽ കത്തമീ, കത്തമ് ചെടിയുടെ ചായം കൊടുത്ത് ഞാൻ മറച്ചു വെക്കുമായിരുന്നു. കറുത്ത ചായം കൊണ്ട് ഞാൻ കറുപ്പിച്ച് എൻ്റെ മുടി ഞാൻ ഡൈ ചെയ്ത് കറുപ്പിക്കുമായിരുന്നു. ഞാൻ നരയെ ആദരിക്കുമെന്ന് എനിക്ക് ആദ്യം ആദരിക്കില്ലെന്നറിഞ്ഞിരുന്നെങ്കിൽ, പക്ഷേ അതറിയാത്തത് കൊണ്ട് ഞാൻ കറുപ്പിച്ചില്ല. ഇതിന്റെ അർത്ഥം ഇമാം ബൂസീരി നര കറുപ്പിക്കാം എന്ന് പറഞ്ഞു എന്നല്ല. ഫുഖഹാക്കൾ പറയുന്നത്, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് മുടി ഡൈ ചെയ്യാൻ പാടില്ലെന്നാണ്. അങ്ങനെ കറുപ്പിക്കാൻ പാടില്ല. മൈലാഞ്ചി കൊടുക്കുന്നത്, മറ്റു ചായങ്ങൾ ഉപയോഗിക്കുന്നത്, അതിനൊക്കെ മാനദണ്ഡങ്ങളുണ്ട്, അതിനൊക്കെ ഹുക്കുമുകളും പറയുന്നുണ്ട്. കറുപ്പ് നിങ്ങൾ ഒഴിവാക്കണമെന്ന് റസൂലുള്ളാഹി ഹദീസിൽ വ്യക്തമായി പറഞ്ഞതാണ്. മുടിക്ക് കറുത്ത ചായം കൊടുക്കുന്നത് നിങ്ങൾ ഒഴിവാക്കണമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരിക്കലും ചെയ്യരുത്. പിന്നെ കവി പറഞ്ഞത് എന്താ? കവി പറഞ്ഞത് അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യായിരുന്നു, പക്ഷെ അതും ചെയ്യാൻ വയ്യ, അതുകൊണ്ട് അങ്ങനെയും ചെയ്തില്ല. പക്ഷെ ജനങ്ങളെ പോപ്പിക്കാനെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യായിരുന്നു. ഞാനിങ്ങനെ നരച്ച് ഈ രൂപത്തിലായല്ലോ എന്നിട്ടും ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന വിഷമം. എന്നാൽ കവി ഇത് വിനയത്തോടുകൂടെ പാടുമ്പം ഞാൻ പറഞ്ഞു, നമുക്ക് അക്ഷരാർത്ഥത്തിൽ ഓരോ പദങ്ങളുടെ കൂടെ സഞ്ചരിച്ചു വേദനിച്ച് കണ്ണീരൊലിപ്പിച്ച് കരഞ്ഞു പറയാൻ പറ്റുന്ന വാചകങ്ങളാണിത്. ഈ ഒരു ബോധം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ടോ? നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും, യാതൊരു സംശയവുമില്ല. നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി ചോദിക്കുന്നു, മല്ലി ബിറദ്ദി ജിമാഹിം മിൻ ഗവായതിഹാ, മല്ലി ബിറദ്ദി ജിമാഹിം മിൻ ഗവായതിഹാ, മല്ലി എനിക്കാരുണ്ട്? വളരെ വേദനിച്ച ഒരു മനസ്സിന്റെ ചോദ്യമാണ്. ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ ചോദിക്കുകയാണ്, എനിക്കാരാളുള്ളത്? മല്ലി എനിക്കാരുണ്ട്? ബിറദ്ദി ജിമാഹിം മിൻ ഗവായതിഹാ കമാ യുറദ്ദു ജിമാഹുൽ ഖൈലി ബില്ലുജുമി. മല്ലി എനിക്കാരുണ്ട്? ബിറദ്ദി ജിമാഹ്, മോട്ട്
ചങ്ങലക്കിടാൻ പറ്റുന്നവരാരെങ്കിലുമുണ്ടോ? മിൻ ഗവായതിഹാ, എൻ്റെ ശരീരത്തിൻ്റെ ക്രമക്കേട് കാരണം, എൻ്റെ ശരീരം ദുർമാർഗത്തിലകപ്പെട്ടു എന്ന കാരണം കൊണ്ട് മോട്ട് കാണിക്കുകയാണ്. നല്ലതൊന്നും ചെയ്യാൻ കിട്ടുന്നില്ല, വേണ്ടാത്തരത്തിലേക്കൊക്കെ ചെന്ന് വീഴുന്നു. അമ്മാറത്തും ബിസ്സൂആൻ. സുബ്ഹാനല്ലാഹ്, എൻ്റെ ശരീരത്തെ പിടിച്ച് ചങ്ങലക്കിടാൻ എനിക്കാരുണ്ട്? എൻ്റെ ശരീരത്തിന്റെ ഈ പോക്കിരുത്തരമൊന്ന് ഒതുക്കാൻ പറ്റിയ ആരുണ്ട് എനിക്ക്? ഒന്നെന്റെ ശരീരത്തെ ചങ്ങലക്കിട്ട് തരാൻ പറ്റുന്നവരാരെങ്കിലും ഉണ്ടോ? വല്ല മുറബിയായ ശൈഖുകളെയും ലഭിക്കുമോ എനിക്ക് നിന്നെ ചങ്ങലക്കിട്ട് കെട്ടാൻ? ഇതാകാം ഇമാം ബൂസീരി ചോദിച്ചതിന്റെ അർത്ഥമെന്ന് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. മല്ലി ബിറദ്ദി ജിമാഹി മിൻ ഗവായതിഹാ കമാ യുറദ്ദു ജിമാഹുൽ ഖൈലി ബില്ലുജുമി. എന്ത് കുതിരയുടെ മോട്ട്, കുതിരയുടെ അനുസരണക്കേട്, ബില്ലുജുമി കടിഞ്ഞാണ് കൊണ്ട് തടയിടും പോലെ. കുതിര അനുസരണക്കേട് കാണിക്കുന്നതിന് കടിഞ്ഞാണിട്ട് പിടിച്ചാൽ വരും. അതുപോലെ എന്നെ കടിഞ്ഞാണിട്ട് പിടിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉണ്ടെങ്കിൽ വാ, എന്നെ ഏറ്റെടുക്കൂ എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി പറയുകയാണ്. കാരണം എന്റെ ശരീരം അത്രയും മോശമാണ്. എന്റെ ശരീരത്തെ ഒന്ന് ചങ്ങലക്കിടാൻ, ഇസ്ലാമിക നിയമവിലക്കുകളിൽ കെട്ടിയിടാൻ, തളച്ചിടാൻ കഴിയുന്നവരാരെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് തന്നെ എന്റെ ശരീരം ഇതാ വേണ്ടാത്തരത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇത് പിടിച്ചു കെട്ടാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുമോ എന്ന് മഹാനവറുകൾ ചോദിക്കുകയാണ്. ശരിക്കിതൊക്കെ കേട്ടൊന്ന് ഉണരണം, ഒന്ന് പാഠം ഉൾക്കൊള്ളാൻ തയ്യാറാവണം. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, കണ്ടോ, മഹാനവറുകൾ നമ്മളെ നന്നായി ഉപദേശിക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, മഹാനവറുകൾ അങ്ങേയറ്റത്തെ വിനയത്തിലായി ഇത് പറയുന്നത്. മഹാനവറുകളുടെ വിനയത്തിന്റെ ആഴവും പരപ്പും നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അത് പറഞ്ഞിട്ട് നമുക്ക് പറഞ്ഞു തരാം നല്ല ഒരു ഉപദേശം. ആ ഭാഗങ്ങൾ നമുക്ക് ചർച്ച ചെയ്യണം. ആ ഭാഗങ്ങളും കൂടെ ചർച്ച ചെയ്ത് പൂർത്തിയാക്കണം എന്ന് കരുതിയതായിരുന്നു. പക്ഷെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ടൈം ആകുമ്പോഴേക്ക് പരമാവധി തീർക്കാൻ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമേ ഇനി പറയുന്നുള്ളൂ. നല്ലോണം ശ്രദ്ധിക്കുക. കുറേ സംഭവങ്ങൾ തന്നെ പറയാനുണ്ട്, പക്ഷേ അരമണിക്കൂറിനുള്ളിൽ അതൊന്നും കഴിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബാക്കി വന്നെങ്കിൽ നാളെയും പറയാം. വളരെ പ്രധാനപ്പെട്ടത്, മർമ്മപ്രധാനമായത് പലതും അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറ്റി നിർത്തുന്നതും പ്രധാനപ്പെട്ടതാണ്, എടുക്കുന്നതും പ്രധാനപ്പെട്ടതാണ്. എങ്കിൽ അതിപ്രാധാന്യമുള്ള വിഷയങ്ങളെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. ബഹുമാനപ്പെട്ടവർ പറയാണ്, നിന്റെ നഫ്സിന്റെ ദാഹമാണ് തിന്മ, പക്ഷേ നിന്റെ നഫ്സിന്റെ ദാഹം പൊട്ടിച്ചു കളയാമെന്ന് നീ ധരിക്കണ്ട, തകർക്കാമെന്ന് നീ കരുതണ്ട. ബിൽ മആസി, ഫലാ തറും ബിൽ മആസി, തെറ്റുകൃത്യങ്ങൾ, കുറ്റകൃത്യങ്ങളെ കൊണ്ട്, തെറ്റുകളെ കൊണ്ട്, കുറ്റകൃത്യങ്ങളെ കൊണ്ട് കുടിച്ച് മതിച്ച് കളിച്ച് നടന്നാൽ കസ്റ ശഹ്വതിഹാ, നിന്റെ മനസ്സിന്റെ താല്പര്യം പൊട്ടിച്ചു കളയാമെന്ന് നീ കരുതണ്ട. നിഷിദ്ധ മേഖലയിൽ മേയും തോറും വീണ്ടും നിനക്ക് അത്യാർത്തി കൂടും. ശരിക്കും ചിന്തിച്ചോളൂ ആ വാക്കിന്റെ അർത്ഥം. കാരണം ഭക്ഷണം അത്യാർത്തിയുള്ളവന്റെ ഭോജന താല്പര്യം വർദ്ധിപ്പിക്കുകയാണത്. നഹിമ് എന്ന് പറഞ്ഞാൽ ഭോജനപ്രിയൻ, ഭോജനപ്രിയന്റെ സന്തോഷം, ഭക്ഷിക്കാനുള്ള താല്പര്യം വീണ്ടും അത് വർദ്ധിപ്പിക്കുകയാണ് ഭക്ഷണം. ഭക്ഷണം കഴിക്കും തോറും പിന്നെയും തിന്നണം എന്നാ തോന്നുന്നത്. ഒന്നും കൂടെ വിശേഷപ്പെട്ട ഭക്ഷണം കിട്ടിയാൽ അത് കഴിക്കണം എന്നാ തോന്നുന്നത്. ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം കഴിക്കാനുള്ള താല്പര്യം നിൽക്കുകയാണെങ്കിൽ റപ്പായിക്ക് തീരണ്ടേ? തീർന്നിട്ടില്ലല്ലോ. അപ്പായി പറഞ്ഞത് എനിക്ക് തരാൻ ആളില്ല എന്നാ പറഞ്ഞത്. അപ്പൊ അയാളില്ല. ഉള്ള കാലത്ത് അയാൾ ഒരു അഭിമുഖം നടത്തിയപ്പോ പറഞ്ഞു, എനിക്ക് തരാൻ ആളില്ലാത്തതുകൊണ്ടാണ്. തന്നാ എത്രയും തിന്നുന്ന. ഭക്ഷണം റപ്പായിമാർക്ക്, നഹിമ് എന്ന് പറഞ്ഞാൽ അതാണ്, റപ്പായിമാരാണ് അഥവാ ഭോജനപ്രിയരാണ്. ഭോജനപ്രിയരുടെ ഭോജന താല്പര്യം, ഭക്ഷണ താല്പര്യം അത് വർദ്ധിക്കുകയുള്ളൂ. താല്പര്യം പിന്നെയും വർദ്ധിപ്പിക്കുകയേ ഭക്ഷണം ചെയ്യുന്നുള്ളൂ. ഭക്ഷണം കഴിക്കും തോറും തിന്നണമെന്നാ തോന്നുന്നത്. ഇതേ രൂപത്തിൽ നീ കരുതി ഇന്നും നാളെ അങ്ങ് കുടിക്കാം, മറ്റന്നാൾ ശുദ്ധനാവാം, നടക്കൂല. ഇന്ന് കുടിച്ചാൽ നാളെയും കുടിക്കും.
എൻ്റെ ചെറുപ്പക്കാർ ചിന്തിക്കുക, നിങ്ങളൊക്കെ ഒരു ചീത്ത സ്വഭാവത്തിന് അടിമപ്പെട്ടവർ പലരും ഉണ്ടാകും. പുകവലി എന്തായാലും ഒരു മോശപ്പെട്ട ഏർപ്പാടാണല്ലോ, അതിലെന്തായാലും തർക്കമല്ലല്ലോ. ഈ മോശപ്പെട്ട ഏർപ്പാടിന് അഡിക്റ്റായി പോയത് നിങ്ങൾ എങ്ങനെയാ? കൂട്ടുകാരുടെ കൂടെ കൂടി ഇന്ന് സൽക്കാരം കഴിഞ്ഞിരിക്കുമ്പോൾ അതൊരു റഹ്മല്ലേ എന്ന് പറഞ്ഞിട്ട് കഴിച്ചതാ ഒന്ന് വലിച്ചത് അങ്ങനെയാ. പിന്നെ പിറ്റേ സൽക്കാരം കഴിഞ്ഞപ്പോഴും കിട്ടണം, പിന്നെ പിറ്റേ ദിവസവും കിട്ടണം, ദിവസം 2 നേരം കിട്ടണം, ദിവസം ഒരു പേക്ക് ലഭിക്കേണ്ടടുത്തേക്ക് എത്തി. അങ്ങനെയാണ് നീ വേണ്ടാത്തരത്തിൽ ചെന്ന് വീഴുന്തോറും പിന്നെയും നിന്റെ ശരീരം അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. അല്ല, തിന്മകളെ തിന്മ കൊണ്ട് നേരിടാമെന്ന സിദ്ധാന്തങ്ങൾ ഇവിടെ തകർന്നടിയുകയാണ്. അങ്ങനെ പഠിപ്പിച്ച പലരും ഉണ്ട്, അങ്ങനെ പഠിപ്പിച്ച സന്യാസിമാരുണ്ട്. തിന്മകളെ നേരിടേണ്ടത് തിന്മകൾ കൊണ്ടാണ്. മുസ്ലിം പണ്ഡിതന്മാർ ഇവിടെ വിഷയങ്ങൾ ഉണ്ടാക്കി. മതാചാര്യന്മാര് അവരാണ് മനുഷ്യരെ തിന്മയിലേക്ക് നയിക്കുന്നതെന്ന് ആരോപണം പറഞ്ഞവരുണ്ട്. അങ്ങനെ എഴുതിയ ബുദ്ധിജീവികളുണ്ട്, നമ്മുടെ കേരളത്തിലുണ്ട്. എന്തേ കാരണം? അവർ പറയുന്നത് ഒരു പെണ്ണിനെ നോക്കല്ലേ എന്ന് പറയുമ്പോൾ നോക്കാൻ പൂതിയാവും, ആ താല്പര്യം അങ്ങനെ വരും. അപ്പൊ വിലക്കുകൾ ഉള്ളിടത്തേക്ക് നോക്കാൻ തോന്നും, സ്വാഭാവികമാണ്. അതല്ല, മുസ്ലിം പണ്ഡിതന്മാരെ നിങ്ങൾ അയച്ചു വിടൂ, നോക്കണമെങ്കിൽ നോക്കിക്കോട്ടെ, തൊടണമെങ്കിൽ തൊട്ടോട്ടെ, വേണ്ടതൊക്കെ ചെയ്തോട്ടെ, നിങ്ങൾ തടയരുത്. അങ്ങനെ 4 ദിവസം തൊടുമ്പോഴേ കഥ കിട്ടും, മടുക്കും. എന്നാ അവിടെ പെൺവാണിഭ കേസുകൾ തീരുന്നില്ല. ഒരിക്കൽ പിടിച്ച് കൊണ്ടുപോയി പീഡിപ്പിച്ചവൻ അതിലേറെ നെറികെട്ട, അതിലേറെ മോശപ്പെട്ട കേസിൽ പിന്നെ പിടിക്കപ്പെടുകയാണ്, പീഡിപ്പിക്കപ്പെട്ടിട്ട് പോലും. എന്തേ കാരണം? ആ ഒരു സത്യമാണ് ഇമാം ബുസീരി നേരത്തെ പറഞ്ഞത്. തെറ്റുകളെ കൊണ്ട് നിന്റെ ശരീരത്തിന്റെ വികാരം തകർക്കാമെന്ന് നീ കരുതണ്ട. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, തെറ്റുകൊണ്ട് എന്നാ പറഞ്ഞു. അപ്പോ നന്മ കൊണ്ട് നീ നിന്റെ ശരീരത്തിന്റെ വികാരം, നിന്റെ സ്വന്തം വികാരങ്ങൾ നീ തകർക്കുകയും വേണം. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? ഇവിടെ കൂട്ടിലകപ്പെടുന്നത് ആരാണെന്നറിയോ നിങ്ങൾ? ഇവിടെ കൂട്ടിലകപ്പെടുന്നത് ക്രിസ്തീയ പാതിരിമാരാണ്, ക്രിസ്തീയ പൗരോഹിത്യമാണ് കൂട്ടിലകപ്പെടുന്നത്. കാരണം അവർ പറയുന്നു വികാരങ്ങൾ മനുഷ്യന്റെ വികാരങ്ങള് അതൊരിക്കലും തന്നെ പ്രാവർത്തികമാക്കാൻ പാടില്ല, അത് അടിച്ചമർത്തപ്പെടേണ്ടവയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം പരിശുദ്ധന്മാർ. അവർ കല്യാണം കഴിക്കാൻ പാടില്ല. നമ്മുടെ നയം എന്താണെന്നറിയോ നിങ്ങൾ? നഫ്സിന്റെ ശഹുവത്തുകളെ തൊട്ട് നമ്മള് ഒരു മധ്യമ സ്വഭാവത്തിലാണുള്ളത്. നിങ്ങളെ നാം മധ്യമ സമൂഹമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വികാരങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല നമ്മുടേത്. ഹലാലായ മാർഗത്തിൽ ഭാര്യയുമായി ബന്ധപ്പെടണം, ഹലാലായ ഇണയുമായി ബന്ധപ്പെടണം, എന്നിട്ട് ആ താല്പര്യം തീർത്തു വെക്കണം. എങ്കിലേ മറ്റൊരു പെണ്ണിനെ കാണുമ്പോൾ നോക്കാതിരിക്കാൻ കഴിയൂ. കണ്ടോ നിങ്ങൾ, രാത്രി തന്റെ അനുവദനീയമായ, തനിക്ക് അനുവദിക്കപ്പെട്ട ഇണയോടൊപ്പം നിന്റെ സെക്സ് ദാഹം നീ തീർക്കണം. എങ്കിലേ പിറ്റേന്ന് അന്യ പെണ്ണിന്റെ മുഖത്തേക്ക് കണ്ണുപോകാതിരിക്കൂ. കണ്ടോ നിങ്ങൾ, പഠിപ്പിക്കുന്നത്, ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. തീരെ ലൈംഗിക ബന്ധം പാടില്ലെന്നല്ല, എന്നാ തെറ്റുകൾക്ക് കയറൂരി വിട്ടുകൊടുക്കാനുമല്ല, വികാരങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല, വികാരങ്ങൾക്ക് അടിമത്വവുമല്ല, വികാരങ്ങളിൽ ചെന്ന് കൂപ്പുകുത്തലുമല്ല. അടിമത്വത്തിന്റെയും ഒളിച്ചോട്ടത്തിന്റെയും നടുക്ക് അനുവദനീയമായ രൂപത്തില്, വ്യവസ്ഥാപിതമായ രൂപത്തില് കല്യാണം കഴിക്കണ്ട, ലൈംഗിക ബന്ധം പാടില്ല എന്നല്ല, പക്ഷേ വ്യവസ്ഥാപിത രൂപത്തിലാവണം. ഓവറാവാൻ പാടില്ല. ജീവിക്കാൻ വേണ്ടി ലൈംഗിക ബന്ധമാവാം, ലൈംഗിക ബന്ധത്തിന് വേണ്ടി ജീവിച്ചുകൂടാ, തിന്നാൻ വേണ്ടി ജീവിച്ചുകൂടാ, ജീവിക്കാൻ വേണ്ടി തിന്നാം. കണ്ടോ നിങ്ങൾ, അതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. വകുലു വശ്റബു വലാ തുസ്രിഫു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. തിന്നോ കുടിച്ചോ, പക്ഷേ വലാ തുസ്രിഫു ഖുദൂ സീനതകും മിൻ കുല്ലി മസ്ജിദ് വകുലു വശ്റബു വലാ തുസ്രിഫു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അല്ലാഹു തആല പഠിപ്പിക്കുന്നത് കണ്ടോ, തിന്നോ കുടിച്ചോ, ഓവറാകണ്ട. തിന്നുന്നതിന് എതിർപ്പില്ല, കുടിക്കുന്നതിന് എതിർപ്പില്ല, പക്ഷേ തീറ്റ മത്സരത്തിൽ പങ്കെടുക്കണ്ട. വലാ തുസ്രിഫു, അങ്ങനെ തിന്നാൻ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ വയറ് നിറയെ ആവശ്യത്തിലധികം തിന്നുകൂട്ടരുത്, അത് നിങ്ങൾക്ക് അപകടമാണ്. കാരണം ആ വിഷയമൊക്കെ ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. അങ്ങനെ ഒരു ബൈത്ത് തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളതാ. അവിടെ വെച്ച് ഞാൻ ഭംഗിയായി പറയാം. ദീനിന്റെ നിലപാട്, പരിശുദ്ധ ഇസ്ലാമിന്റെ നിലപാട് അങ്ങനെയാണ്. എല്ലാറ്റിലും മിതമായ സ്വഭാവമാണ്. ആ മിതത്വമാണ് യഥാർത്ഥത്തിൽ ഇന്ന് മുസ്ലിമീങ്ങൾ തിരിച്ചു പിടിക്കേണ്ടത്. ഇന്ന് മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ മിതത്വമാണ്. മിതത്വം തിരിച്ചു പിടിച്ചാൽ നമുക്ക് എല്ലായിടത്തും വിജയിക്കാൻ കഴിയും. ഒരു സ്ഥലത്തെന്നല്ല,
എല്ലാ ഭാഗത്തുമുണ്ടത്. മിതത്വം പാലിക്കേണ്ട ഒരുപാട് സ്ഥലങ്ങൾ ആയത്തോതി പറയാനുണ്ട്. അതാണ് ഈ ശഹുവത്ത് നിയന്ത്രിക്കുക എന്ന് പറഞ്ഞത്. പക്ഷേ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ദിവസങ്ങളിൽ പറയാനുള്ള ചാൻസ് വരുമ്പം പറയാം. പിന്നെ നമുക്ക് പ്രതിപാദിക്കാൻ മറന്നു പോകാൻ പറ്റാത്ത ഒരാളുണ്ട്. അതാരാ? ഫ്രീ സെക്സ് ഗുരു ഓഷോ. അയാളെ നമുക്ക് വിടാൻ പറ്റൂല. അയാൾ പറഞ്ഞൊരു വാക്കെന്താണെന്നറിയോ നിങ്ങൾ? ഫ്രീ സെക്സ് ഗുരു എന്ന് അയാളുടെ പേര് വരാൻ കാരണം അയാൾ സെക്സ് സ്വതന്ത്രമായി വിടണമെന്നാണ് അയാളുടെ കാഴ്ചപ്പാട്. ഒരാൾക്ക്, ഒരാണിനും പെണ്ണിനും തങ്ങളുടേതായ ഊർജം പങ്കുവെക്കണമെന്ന് തോന്നുന്നുവെങ്കിൽ മൂന്നാമതൊരാൾക്ക് അവിടെ കൈക്കടത്തേണ്ട ആവശ്യമില്ല. അവരവരുടെ സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ. ഇതാണ് ഇയാളുടെ തിയറി. എന്നല്ല, ഒരു 5 മിനിറ്റ് നേരത്തെ സുഖം അതൊരു ബാധ്യതയായി മാറാൻ പാടില്ല. കാരണം ഭാര്യയായിട്ടൊന്ന് ബന്ധപ്പെടുമ്പോഴേക്കും ഒരു കുഞ്ഞുണ്ടാകുക, കുറെ കുട്ടികളുണ്ടാകുക, പിന്നെ അതൊക്കെ തീറ്റിപ്പോയിട്ട് ഇങ്ങനെ വളർത്ത ബാധ്യത ഒന്നും ആകാൻ പാടില്ല. സെക്സ് തികച്ചും ഫ്രീ ആയിരിക്കണം. ഇതാണ് ഇയാളുടെ ഓമന പേരെന്ന് പറയപ്പെടുന്ന ഇയാളുടെ ലഖബലം സ്ഥാനപ്പേര് ഫ്രീ സെക്സ് ഗുരു എന്നാണ്. ഓഷോ ഇന്ന് പത്ര പ്രസിദ്ധീകരണങ്ങളെയൊക്കെ തെളിഞ്ഞു നിൽക്കുന്ന, ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിവാദ പുരുഷനാണ് അദ്ദേഹം. ഇയാൾ പറയുന്നത് അങ്ങനെ അങ്ങോട്ട് വിടണം എന്നാണ്. എന്നാ പിന്നെ ഇത്തരം പ്രശ്നങ്ങളൊന്നും വിടണ്ടാലോ, കുറച്ച് കഴിയുമ്പോൾ അത് മടുക്കും തന്നെ ഇയാളുടെ അഭിപ്രായം. നോക്കൂ നിങ്ങൾ, അതിനൊക്കെ എതിർക്കാണ് യഥാർത്ഥത്തിൽ ഇമാം ബൂസീരി. ഓഷോ അത് പറയാനുള്ള കാരണം അയാൾക്ക് കുടുംബം എന്താണെന്ന് മനസ്സിലാകാത്തതുകൊണ്ടാണ്. ആ ഭാഗത്തേക്ക് ഇപ്പോൾ കടന്നു വരാൻ പറ്റില്ല. തിരൂരങ്ങാടിയിൽ മുമ്പ് പ്രസംഗിച്ചപ്പോൾ നടത്തിയ 10 ദിവസത്തെ പ്രഭാഷണം ശിഥിലമാകുന്ന ബന്ധങ്ങൾ, അതിന് ഞാൻ വ്യക്തമായി അത് പറഞ്ഞിട്ടുണ്ട്. കുടുംബത്തിന്റെ പ്രസക്തി എന്തിനാണ്, കുടുംബ വ്യവസ്ഥിതി എന്തിനാണ് ഇസ്ലാം വെച്ചത്, അതറിയാത്തത് കൊണ്ടാണ് മൂപ്പർ അങ്ങനെ വിമർശിച്ചത്. വെറും സെക്സ് അതിനുവേണ്ടി ജീവിക്കുമ്പോൾ അങ്ങനെയൊക്കെ തോന്നുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും ഇത്തരം വാക്കുകൾ പറയാൻ കഴിയില്ല. അതിനുവേണ്ടി ജീവിക്കുമ്പോൾ ഉള്ള അവസ്ഥകളാണത്. നമ്മളതല്ല. ഒരു കുടുംബ സംവിധാനം നമ്മുടെ പ്രധാന ലക്ഷ്യമാണ്. അതുകൊണ്ട് നന്മയിലേക്ക് വഴി നടത്തേണ്ടത് നന്മയുടെ വഴിയിലൂടെ തന്നെയാണ്. അല്ലാതെ തിന്മ കൊണ്ട് നന്മയാക്കാമെന്നാരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ, തിന്മ കൊണ്ട് തിന്മയെ ഉച്ചാടനം ചെയ്യാമെന്നാരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പമ്പര വിഡ്ഢിത്തമാണ്, വലിയ വലിയ വിഡ്ഢിത്തമാണ് ആ വ്യക്തി പറഞ്ഞിരിക്കുന്നത്. ആര് പറഞ്ഞാലും, ഏത് സന്യാസിമാര് പറഞ്ഞാലും ശരി, ഇനി ബുദ്ധിജീവികൾ എന്ന് അവകാശപ്പെടുന്നവർ പറഞ്ഞാലും ശരി, നമ്മളവരെ വിടാനുള്ള തീരുമാനമില്ല. ഇമാം ബൂസീരിയുടെ വരികൾ അവർക്കെതിരെ അതാ ഇരുതല മൂർച്ചയുള്ള ഈരടിയാണ്. അതുകൊണ്ട് നന്മയുടെ വഴിയിൽ മനഃപൂർവ്വം നഫ്സിനെ നിങ്ങൾ കണ്ടീഷൻ ചെയ്തെടുക്കണം, സ്ഫുടം ചെയ്തെടുക്കണം, നന്മയുടെ വഴിക്ക് പിടിച്ചുകൊണ്ടുവരണം. നിങ്ങൾ ശഹുവത്തിൽ അലഞ്ഞു തിരിയുന്ന മനസ്സിനെ അഖ്ല് കൊണ്ട് നിങ്ങൾ നിയന്ത്രിക്കണം. കുതിരയെ നിങ്ങൾ കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കുന്നത് പോലെ നിങ്ങളുടെ ശഹുവത്ത് നിയന്ത്രിക്കാനുള്ള മാർഗം എന്താണെന്നറിയോ? നിങ്ങളുടെ ദേഹേച്ഛ നിയന്ത്രിക്കപ്പെടാനുള്ള മാർഗം, ആ മാർഗം കൃത്യമായി പറഞ്ഞാൽ അത് നിങ്ങളുടെ വിവേകമാണ്. ഇതല്ലേ അള്ളാഹു നമുക്ക് തന്ന കഴിവ്. അള്ളാഹു മനുഷ്യ സൃഷ്ടിപ്പിൽ അടക്കം ചെയ്തിരിക്കുന്നത് 2 തരത്തിലുള്ള കാര്യങ്ങളാണ്. മനുഷ്യ സൃഷ്ടിപ്പിൽ അള്ളാഹു അടക്കം ചെയ്തത് ശഹുവത്തും അഖ്ലും കൂടെ തന്നിട്ടാണ് അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത്. ശഹുവത്തും അഖ്ലും കൂടെ തന്നിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിനായിട്ടൊരു ഇച്ഛണ്ട്, തോന്നലുകൾ, ശരീരത്തിന് തോന്നലൊക്കെ ഇങ്ങനെ ചെയ്യാം. ദാ ശഹുവത്ത്, വികാരം, അഖ്ല്, വിവേകം. ഇത് 2ഉം കൂടി തന്നിട്ട് ആ മനുഷ്യനെ സൃഷ്ടിച്ചത്. ജിന്നിനെയും അങ്ങനെയാ. ജിന്ന് പിന്നെ നമ്മളിൽ നിന്ന് കാണാത്തൊരു വ്യക്തി ആയതുകൊണ്ട് അവിടെ നിൽക്കട്ടെ. ജിന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ആർക്കും തർക്കമല്ലല്ലോ, എല്ലാവരും സമ്മതിച്ചതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വൽ ജിന്നു തഖ്തിഫു എന്ന ബൈത്ത് വിശദീകരിക്കുമ്പോൾ ഞാൻ പറയും. കാരണം അവരെയും നമുക്ക് കുറച്ച് പറയാതിരിക്കാൻ വയ്യ. കാരണം ഉളുപ്പില്ലാതെ മാറ്റി പറയുമ്പോൾ എന്തായാലും കുറച്ച് പറയണം. അപ്പം അങ്ങനെ പരമ്പരാഗതമായി പിൻവലിച്ചുകൊണ്ടിരിക്കുക. ഇന്നും ഏതോ ഒരു ആൾ പിൻവലിച്ചിട്ടുണ്ട് പുതിയൊരു വാദം. അയാളുടെ പഴയൊരു പ്രസ്താവന ഉണ്ടായിരുന്നു. കേരളത്തിലെ ഓരോ പെണ്ണുങ്ങളും പുരുഷന്മാരുടെ അടുത്ത് എന്ന് എൻ്റെ ശരീരം നിന്നെ കേൾപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് പറയണം എന്നൊരു മൗലവി പ്രസംഗിച്ചിരുന്നു. അതിപ്പോൾ പാർട്ടി ഗ്രൂപ്പ് വിഷയത്തിൽ ഇവർ പരസ്പരം എടുത്തിട്ട് തല്ലുമ്പോൾ അയാൾ പറഞ്ഞു, അത് ഞാനും പിൻവലിച്ചിരിക്കുന്നു, ഇനി നിങ്ങളും മിണ്ടരുത് എന്ന്. അപ്പം അയാൾ പുതിയതായി പറഞ്ഞു, എന്ന് ഞാൻ വായിച്ചു. അപ്പോൾ ഏതാവട്ടെ, പിൻവലിക്കലുകളുടെ രോഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ക്ലിപ്സ് കൊണ്ടുണ്ടായി തീർന്ന ഒരു ഹലാക്കുവാണ്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും പിൻവലിക്കൂറായിരുന്നു. കാരണം ഓരോ ഗ്രാമാന്തരങ്ങളിൽ ഇത് കാണിച്ചു കൊടുക്കാൻ കഴിയുകയാണ്. എൻ്റെ വിഷയം, നമ്മളെ അള്ളാഹു താല സൃഷ്ടിച്ചത് ശഹുവത്തും അഖ്ലും തന്നിട്ടാ. ജിന്നുകളെ നമുക്ക് മാറ്റി നിർത്താം, അതും നമ്മളെ മാതിരി തന്നെയാണ്. ചർച്ചക്ക് എളുപ്പം കിട്ടാനാണ് ഞാൻ പറയുന്നത്.
മൃഗങ്ങൾ അള്ളാഹു പഠിച്ചത് എങ്ങനെയാ? ഷഹുവത്ത് മാത്രം കൊടുത്തിട്ടാ. അവക്ക് എന്താ തോന്നിയത് അതാണ് ചെയ്യാ. ഒരു ഇണയെ കാണുന്നു, ബന്ധപ്പെടണം തോന്നുകയാണോ? ബന്ധപ്പെട്ടോട്ടെ. വ്യവസ്ഥാപിതായി എനിക്ക് നിക്കാഹ് ചെയ്തു തന്ന പെണ്ണാണോ എന്നൊക്കെ ചിന്തിക്കണോ? വേണ്ട. ഏതിണയാണ്, എപ്പോഴാണ്, എവിടെ വെച്ചാണ് പ്രാപിക്കണമെന്ന് തോന്നുന്നത്, ആ സമയത്ത് ആ ഇണയെ പ്രാപിക്കാം. ഇതാണ് ഷഹുവത്ത് മാത്രം കൊടുത്ത് സൃഷ്ടിച്ചതിന്റെ കഥ. ഇനി മലക്കുകൾ എന്ന ഒരു ഉന്നത വിഭാഗമുണ്ട്. അവരുടെ അവസ്ഥ എന്താ? അവർക്ക് അല്ലാഹു തആല വിവേകം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അഖ്ല്, വികാരം ഇല്ലേ ഇല്ല. വേണ്ടാത്തൊരു കാര്യം അവരുടെ മനസ്സിൽ തോന്നുമല്ല, പറഞ്ഞത് മാത്രമേ കേൾക്കുള്ളൂ. അതാണല്ലോ വിവേകത്തിന്റെ സ്വഭാവം. അതുകൊണ്ട് തന്നെ അവർ നല്ല നിലയ്ക്ക് നടക്കുള്ളൂ മലക്കുകൾ. അവരിൽ നിന്ന് വേണ്ടാത്തൊരൊന്നും വരൂല. മനുഷ്യർ അങ്ങനെയല്ല. മനുഷ്യനിൽ രണ്ടും ഉണ്ട്. മൃഗത്തിലൂട്ടപ്പെട്ട വികാരമുണ്ട്, മാലാക്കയിലൂട്ടപ്പെട്ട വിവേകവുമുണ്ട്. അപ്പൊ എവിടെയാണോ വിവേകവും വികാരവും ഏറ്റുമുട്ടുന്നത്, അവിടെ വിവേകം തന്നെ മുന്നിൽ ചാടണം, ഓവർടേക്ക് ചെയ്യണം, അവിടെ രക്ഷപ്പെടൂ. എന്താ പറഞ്ഞത്? ഒരു അന്യ ഇണയെ കാണുമ്പോ, എതിർലിംഗത്തെ കാണുമ്പം അവളെ പിടിക്കണം, അവളുമായി ബന്ധപ്പെടണം, അവളുമായി സല്ലപിക്കണമെന്ന് തോന്നുന്നത് മനുഷ്യ സഹജമാണ്. കുറ്റപ്പെടുത്താനാകില്ല. കാരണം ശഹുവത്തുണ്ടോ മനുഷ്യനുണ്ടാകും, സ്വാഭാവികമാണ്. അത് മനുഷ്യ സഹജമാണ്. അള്ളാഹുവിന്റെ പ്രത്യേക കാവൽ ലഭിച്ച അമ്പിയാക്കൾ ഒഴികെ അല്ലാത്തവർക്ക് അത് തോന്നും, സ്വാഭാവികമാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ. അതുകൊണ്ട് അത് തോന്നുമ്പോഴേക്ക് ഇവനിൽ അള്ളാഹു നേരത്തെ നിക്ഷേപിച്ച വിവേകം അവിടെ ഇടപെടണം. അരുത്, നിനക്ക് നിക്കാഹ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ തൊടാൻ പറ്റുള്ളൂ, നീ മഹർ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ തൊടാൻ പറ്റൂ, അല്ലെങ്കിൽ നീ തൊട്ടുപോകരുത്. ഈ ഒരു കണ്ടീഷൻ അവിടെ വിളിച്ചു പറയാൻ, ഈ ഒരു നിലക്ക് ഇത് ഈ ശരീരത്തെ നിയന്ത്രിക്കാൻ, കടിഞ്ഞാണിടാൻ നിന്റെ വിവേകം അവിടെ എത്തണം. അല്ല, നിനക്ക് തോന്നിയത് ഇങ്ങനെ ചെയ്യാണോ എങ്കിൽ നീ മൃഗത്തെക്കാൾ അതപ്പതിക്കും. അല്ല, വികാരമുണ്ടായിട്ട് പോലും അനർത്ഥങ്ങൾ ഒരു കാര്യം പോലും നിന്നിൽ നിന്ന് വരുന്നില്ല, ഒരക്ഷരം നീ വേണ്ടാത്തരം പറയുന്നില്ല, ഒരു പ്രവൃത്തി പോലും വേണ്ടാത്തരം ചെയ്യുന്നില്ല, ഈ രൂപത്തിൽ നീ ജീവിക്കുന്നുണ്ടോ? അപ്പോൾ നീ മാലാക്കയേക്കാൾ അത്യുന്നതനാണ്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത് ഉലൈക ഹും ഖൈറുൽ ബരിയ. കണ്ടോ, ഈമാനും അമലു സാലിഹാത്തുമുള്ള മനുഷ്യന്മാർ ഉലൈക ഹും ഖൈറുൽ ബരിയ, പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളെക്കാൾ അവർ ഉത്തമരാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറയുന്നു, ബരിയത്ത് എന്ന് പറഞ്ഞതിൽ മലക്കുകളും ഉൾപ്പെടും. മലക്കുകളെക്കാൾ ഉഷാറാണ്. കാരണം മലക്കുകൾ നല്ലത് തന്നെ ചെയ്യണുള്ളൂ, വേണ്ടാത്തരം ചെയ്യില്ല. എന്താ? അവർക്ക് വിവേകേ ഉള്ളൂ. വികാരം കൊടുത്തു നോക്കിയെങ്കിലേ അങ്ങോട്ടാ നിൽക്കാന്ന് അറിയുള്ളൂ. ഇതങ്ങനെയല്ല. വികാരം ഉണ്ടായിട്ട് പോലും നന്നായി നടന്ന ഇവനെ മലക്കുകളെക്കാൾ ഉഷാറാക്കണം. അപ്പൊ മനുഷ്യനാണ് ഉയർന്നാൽ വാനലോകത്തെ മാലാക്കയേക്കാൾ ഉയരും. ശരിക്കും മനസ്സിലാക്കിക്കോ. അതേ സമയത്തോ ആ മനുഷ്യൻ താണാലോ മൃഗത്തെക്കാൾ അതപ്പതിക്കും. കാരണം മൃഗത്തെക്കാൾ അതപ്പതിക്കും. അള്ളാഹു പറഞ്ഞത് നോക്ക് നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ. അല്ലാഹു തആല വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചില്ലേ? എന്ത്? സ്വന്തം ഇച്ഛകളെ പിന്തുടർന്നു പോകുന്നവനെ കുറിച്ച് പറഞ്ഞു. അറഅയ്ത മനിത്തഖദ ഇലാഹു ഹവാ, തന്റെ ഇച്ഛയെ ഇലാഹാക്കി, ദൈവമാക്കി പോകുന്ന ആളെ നബിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അഫ അൻത തകൂനു അലൈഹി വക്കീല, നിങ്ങൾ അവന്റെ കാര്യം ഏറ്റെടുക്കുമോ നബിയെ? നിങ്ങൾക്ക് അവന്റെ കാര്യം ഏറ്റെടുക്കാൻ സാധിക്കുമോ? ഇല്ല. കാരണം അവന്റെ ഇലാഹാരാ, അവന്റെ ആരാധനാരാ, അവന്റെ ഇച്ഛയാൻ, അവന്റെ മതമേതാ, അവന്റെ തോന്നലാൻ. അവന് തോന്നിയതുപോലെ അതാണ് അവന്റെ നിയമവും അവന്റെ വിലക്കുമൊക്കെ. അല്ലാതെ അവൻ അല്ലാഹുവില്ല, അവന് റസൂലില്ല. അം തഹ്സബു അന്ന അക്സറഹും യസ്മഊന ഔ യഖിലൂൻ, അവരിൽ ഭൂരിപക്ഷവും, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഭൂരിപക്ഷവും പറഞ്ഞത് കേൾക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളെ സുന്ദരമായ സാരോപദേശങ്ങള് അവർ മനസ്സിലാക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇൻഹും ഇല്ലാ കല്ലൻആം, അവർ നാൽക്കാലികളെ പോലെയല്ലാതെയല്ല, അവർ മൃഗങ്ങളെ പോലെയാണ്. ബൽഹും അളൽ, അല്ല ബൽഹും അളല്ലു സബീല, അതിലേറെ വഴി പിഴച്ചവരാണ്. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു ഇതേ ഭാഷ തന്നെ, ഉലൈക കല്ലൻആം ബൽഹും അളൽ, അവർ മൃഗങ്ങളെ പോലെയാണ്. അല്ല ഹും അളൽ, അവരതിലേറെ മോശമാണ്. കണ്ടോ നിങ്ങൾ? മൃഗങ്ങളെ പോലെയാണ് എന്നല്ല പറഞ്ഞത്, മൃഗങ്ങളെക്കാളും മോശമാണ്. അല്ലാഹു തആല ആദ്യം പറഞ്ഞ മൃഗങ്ങളെ പോലെയെന്നാ. അപ്പോഴേ അതിനൊരു ശക്തി കിട്ടുള്ളൂ. മൃഗങ്ങളെ പോലെ എന്ന് പറഞ്ഞിട്ട് പിന്നീട് തിരുത്തി പറയണം. അല്ലാഹ് ആദ്യം ഉലൈക കല്ലൻആം എന്ന് പറഞ്ഞു. അല്ലാഹ് പറഞ്ഞ പോലെ, റസൂൽ പറഞ്ഞതുപോലെ നടക്കാത്ത, മതനിയമങ്ങളില്ലാത്ത, നിയമസംഹിതകളില്ലാത്ത ആളുകളുടെ അവസ്ഥ എന്താണ്? അവരുടെ ജീവിതം അവർ മൃഗങ്ങളെ പോലെയാണ്. അല്ലട്ടോ, മൃഗങ്ങളെ പോലെ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര തെറ്റാണ്. ഹും അളൽ ബൽ എന്നല്ല,
നിങ്ങൾക്കറിയാമല്ലോ, ബല്ല് തിരുത്തലിന്റെ ഭാഷയാണ്. അറബി ഭാഷയിൽ തിരുത്തലിന്റെ പ്രയോഗമാണ് ബല്ല. ബൽ അല്ല, നേരത്തെ പറഞ്ഞത് തെറ്റാണ്, അങ്ങനെയല്ല. അളല്ലു സബീല, ഹും അളല്ലു സബീല, ഹും അളൽ, അവരതിലേറെ വൃത്തികെട്ടവരാണ്. എന്തേ കാരണം? ഉലായിക കല്ലന്നാം എന്ന് പറഞ്ഞു നിർത്തിയിരുന്നെങ്കിൽ മാന്യമായി മൃഗങ്ങൾക്കൊരു പക്ഷേ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാമായിരുന്നു. അള്ളാഹുവിനോട് അത് മൃഗങ്ങൾ ചെയ്യുന്നല്ലേ ഞാൻ പറയുന്നത്. പക്ഷേ മൃഗങ്ങൾക്ക് വേണമെങ്കിൽ അള്ളാഹിനോട് പറയായിരുന്നു, പഠിച്ചവനെ ഇത് ഈ ചെയ്തത് ശരിയായില്ല. ഞങ്ങൾ ഈ മനുഷ്യനെ ഒരുപോലെ ഇടേ, വേണ്ടാത്തരം ചെയ്യുന്ന മനുഷ്യനെ, വൃത്തികെട്ട മനുഷ്യനെ ഞങ്ങൾ ഒരുപോലെ പറയേ. കാരണം എന്താ? ഞങ്ങൾക്ക് പഠിച്ചവനെ ഈ ഷഹൂവത്ത് മാത്രം തന്നിട്ടുള്ളൂ, വിവേകം ഞങ്ങൾക്ക് തന്നിട്ടില്ല. അവന് ഈ വിവേകം കൊടുത്തിട്ടില്ലേ? ആ വിവേകം കൊണ്ട് അവന്റെ വികാരത്തെ അവൻ നിയന്ത്രിക്കണ്ടേ? ഞങ്ങൾ അവനെ ഒരുപോലെ കാണാൻ പറ്റുമോ? എന്നുമല്ല. ബൽഹും അമൽ, ശരിക്ക് ബോധ്യപ്പെടും. അള്ളാഹുവിനോട് തർക്കിക്കൂലേ ഇവിടുത്തെ മൃഗങ്ങൾ? പറയില്ലേ അള്ളാഹുവിനോട്? മൃഗങ്ങൾക്ക് അള്ളാഹുവിനോട് സംവദിക്കാൻ കഴിയൂലേ? ഭാഷ അറിയില്ലേ? ഒരു പ്രശ്നവും ഇല്ലല്ലോ. മൃഗങ്ങൾ പറയും, പടച്ചോനെ അത് ശരിയല്ല, കാരണം ഞങ്ങൾ ഒരു എതിർലിംഗത്തെ കാണുമ്പോ ഞങ്ങൾക്ക് വ്യവസ്ഥാപിതമായി കല്യാണം ചെയ്യപ്പെട്ട അടിമയാണോ എന്ന് ചിന്തിക്കാറില്ല. ശരിയാണ് പടച്ചോനെ, പക്ഷേ ഞങ്ങൾ അവൾ ആവശ്യം കഴിഞ്ഞാൽ മര്യാദക്ക് വിടും. നിന്റെ ഈ മനുഷ്യരെന്ന് പറയുന്ന അടിമകളോ, അവർ എതിർലിംഗത്തെ കാണുമ്പോ ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടുപോയി, അല്ലെങ്കിൽ ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോയി, കാറിൽ കയറ്റിക്കൊണ്ടുപോയി, അപരിചിതമായ മേഖലകളിൽ കൊണ്ടുചെന്നിറക്കി അവളെ പീഡിപ്പിച്ച് ആസ്വദിച്ചതിന്റെ ശേഷം പിന്നെ അവളെ മര്യാദക്ക് വിട്ടുകൊടുക്കുകയല്ല, അവളുടെ ജീവൻ രക്ഷപ്പെടുത്തുകയല്ല, അവളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുകയാണ്. എന്നിട്ട് അവളെ കഴുത്തിലുള്ള ആഭരണങ്ങൾ തട്ടിയെടുക്കുകയാണ്. പടച്ചവനെ, ഞങ്ങൾ എതിർലിംഗത്തെ കണ്ടാൽ ഇത് വ്യവസ്ഥാപിതമായി കല്യാണം ചെയ്തതാവണമെന്ന നിർബന്ധം ഞങ്ങൾക്കില്ല. കാണുന്നതിലൊക്കെ ഓടിക്കയറാറുണ്ട്. പക്ഷേ ഒരു കാര്യം, ഞങ്ങൾ ആവശ്യം കഴിഞ്ഞാൽ മര്യാദ കൂട്ടുകൊടുക്കും. ഇന്ന് വരെ ലൈംഗിക ബന്ധം കഴിഞ്ഞതിന് ശേഷം ആ ഇണയെ ഞങ്ങൾ കുത്തിക്കൊന്നിട്ടില്ല. മനുഷ്യൻ കുത്തിക്കൊല്ലുകയാണ്. മനുഷ്യൻ മൃഗത്തെക്കാൾ വൃത്തികെട്ടവനാണ്. ഇത്ര നല്ല പ്രയോഗമാണ് ഖുർആൻ നടത്തിയത്. കണ്ടോ നിങ്ങൾ? അതുകൊണ്ട് ഈ രണ്ട് മഹത്തായ നിക്ഷേപങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെന്ന ഓർമ്മയോടുകൂടിയായിരിക്കണം നടക്കേണ്ടത്. വേണ്ടാത്തരങ്ങൾക്ക് തോന്നൽ, ദാഹം വരൽ സ്വാഭാവികമാണ്. പക്ഷേ നിങ്ങളുടെ ഹവയെ, നിങ്ങളുടെ ഇച്ഛയെ നിങ്ങൾ ഒരിക്കലും ഇലാഹാക്കാൻ പാടില്ല. വമൻ അദല്ലു മിമ്മൻ ഇത്തബഅ ഹവാഹ് ബിഗൈരി ഹുദം മിനല്ലാഹ് ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. സമയം കഴിഞ്ഞു. ആ ഒരൊറ്റ ആയത്തിൻ്റെ അർത്ഥവും കൂടെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് നാളെ ചർച്ച ചെയ്യാൻ. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചർച്ചകളും കൊണ്ടുണ്ട്, അങ്ങോട്ട് എത്തിയില്ല. 2-3 വരിയും കൂടെ ചർച്ച ചെയ്യണം എന്ന് ഇന്ന് തന്നെ കരുതിയതായിരുന്നു. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് നാളെ ചർച്ച ചെയ്ത് അതിൻ്റെ ബാക്കിയും കൂടെ ചർച്ച ചെയ്ത് പൂർത്തിയാക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ആ സുഹൃത്തുക്കൾ ചിന്തിക്കേണ്ടത്, വമൻ അളല്ലു മിമ്മൻ ഇത്തബഅ ഹവാഹ്, സൂറത്തുൽ ഖസസിൽ 50-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചു. വമൻ അളല്ലു മിമ്മൻ ഇത്തബഅ ഹവാഹ്, ആരാണ് വഴിപിഴച്ചവൻ? മിമ്മൻ ഇത്തബഅ ഹവാഹ്, സ്വന്തം തോന്നലിനെ പിന്തുടർന്നവനേക്കാൾ വഴിപിഴച്ചവൻ ആരാ? തോന്നുന്നത് പോലെ ചെയ്യുന്നവൻ, താൻ തോന്നി, അവനാണ് ഏറ്റവും കൂടുതൽ പിഴച്ചുപോയ മനുഷ്യൻ. ബിഗൈരി ഹുദം മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള മാർഗദർശനമില്ലാതെ തോന്നിയതുപോലെ നടക്കുന്നവനാണ്. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. ഇല്ല, അല്ലാഹു തആല ഒരിക്കലും ഈ അക്രമികളെ സൃഷ്ടാവായ റബ്ബിനെ ധിക്കരിച്ച് നടന്ന, അവനോട് കൊഞ്ഞനം കുത്തിയ ഈ അക്രമികൾ അല്ലാഹു നേർക്ക് നടത്തുകയില്ല, അവർക്ക് വഴി കാണിക്കുകയില്ല, അവരെ രക്ഷപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖുർആൻ ഇതുപോലെ തന്നെ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരിക്കലും തന്നെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. എന്നാൽ ഹവയെ പിന്തുടർന്നാലുള്ള കുഴപ്പമെന്താണ്? ലോകത്തിന്റെ സിസ്റ്റം തന്നെ തെറ്റിപ്പോകും. ഇൻഷാ അല്ലാഹ് അത് നാളെ പറയാം. വലവിത്തബഅൽ ഹഖു അഹ്വാഅഹും ലഫസദത്തിസ് സമാവാതു വൽ അർദു വമൻ ഫീഹാ എന്ന് പറഞ്ഞ, വമൻ ഫീഹിന്ന എന്ന് പറഞ്ഞ ആ വിഷയം ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ ചർച്ച ചെയ്യാം. നിങ്ങളെല്ലാവരും നേരത്തെ എത്തണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പ്രത്യേകം ഉണർത്തിക്കൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്, നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ബഹുമാനപ്പെട്ട സയ്യിദ് ശിഹാബുദ്ദീൻ തങ്ങൾ, ഈ മജ്‌ലിസിൻ്റെ നേതൃത്വം അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. നമുക്കറിയാം, അദ്ദേഹത്തിന് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി പറയാനുണ്ട്. വളരെ കൃത്യം നിർത്തണമെന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് കൃത്യസമയത്ത് നിർത്തി. ഒരു 5 മിനിറ്റ് എന്തോ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുള്ളതാണ്, അത് കേട്ടിട്ടേ നിങ്ങൾ പോകാവൂ എന്ന് പ്രത്യേകം എല്ലാവരോടും ഉണർത്തുന്നു. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ ഈ ഒരുമിക്കലും, ഞങ്ങളുടെ ഈ പിരിയലും, ഈ സംഗമവും
ഈ മദ്ഹു കീർത്തനവും ഇതൊക്കെ നീ പൊരുത്തപ്പെടുന്ന ഒരു അമലാക്കി തരണേ റഹ്മാനെ. നിന്റെ ഹബീബിനോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അർഹമുറാഹിമായ തമ്പുരാനെ, ഞങ്ങളുടെ പാപങ്ങൾ ഇത് കാരണം കഴുകി വൃത്തിയാക്കപ്പെട്ടവരിൽ ഞങ്ങളെ നീ പെടുത്തണം റഹ്മാനെ. അല്ലാ, പാപം കഴുകി വൃത്തിയാക്കാനുള്ള അവസരം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ നീ ഒരിക്കലും വിഷമിപ്പിക്കല്ല റഹ്മാനെ. അല്ലാ, ഞങ്ങളെ നീ വിഷമിപ്പിക്കല്ല റഹ്മാൻ.